അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സ്റ്റാൻഡ് മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കോലാപ്പൂരിലാണുള്ളത്. റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ ഇന്നലെ തങ്ങിയ ഹോട്ടലാണ്. ഇനി ഹോട്ടലിൽ നിന്ന് സ്റ്റേഷനോട് നടക്കുമ്പോൾ തന്നെ ഇൻട്രോ എടുത്തേക്കാമെന്ന് വെച്ചു. കാര്യം സമയം ഇപ്പോൾ 7:45, 8:25 നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഹോട്ടലിൽ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഫുഡൊന്നും റെഡി ആയിട്ടില്ല. 8 മണി കഴിയും എന്ന് പറഞ്ഞാൽ റെഡിയാണ്. 8 മണി കഴിഞ്ഞിട്ടിറങ്ങി 8:25 എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേഷനും അതുപോലെ ട്രെയിനൊക്കെ ഒന്നും പൂർണ്ണമായിട്ട് കാണിക്കാൻ നമുക്ക് സ്ഥലം കിട്ടില്ല. ഞാൻ വെച്ച് എന്നാൽ ശരി ഇറങ്ങിയേക്കാം. വഴിയിൽ സ്റ്റേഷന് മുന്നോട്ട് 1-2 ഹോട്ടലുണ്ട്. അതുമെല്ലാം തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം കഴിച്ചേക്കാം നമുക്ക്. അപ്പോൾ നമുക്കെന്നാൽ സ്റ്റേഷനോട്ട് നടക്കാം. സ്റ്റേഷനോട് വലിയ ദൂരമൊന്നുമില്ല. ആക്ച്വലി വളരെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന്. ഇതിവിടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ശ്രീ ഛത്രപതി ഷാഹു മഹാരാജ് ടെർമിനസ് കോലാപ്പൂർ. ഞാനിപ്പോഴത്തെ സൈഡിലെ കുറച്ച് ഫ്രണ്ടിലായിട്ട് കുറച്ച് ഹോട്ടലുകളുണ്ട്. അതിൽ വല്ലതും ഭക്ഷണം കിട്ടുമെന്ന് നോക്കിയിട്ട് സ്റ്റേഷനുള്ളിലേക്ക് കയറാം. അപ്പോൾ അങ്ങനെ കഴിക്കാൻ പോഹ കിട്ടി. അവലുമാവ് വേറൊന്നും കിട്ടിയില്ല. ഏതെങ്കിലും കിട്ടില്ല. സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് അതെല്ലാം കഴിച്ചിട്ടും കഴിയാൻ സ്റ്റേഷൻ. അപ്പോൾ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റുള്ള കോലാപ്പൂരി ദർബാർ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് കഴിച്ചത്. അവിടെ ആകെക്കൂടിയും പോഹയും മറ്റേ മിസലും മാത്രമേ ഉണ്ടാകുള്ളൂ. രാവിലെ തന്നെ മിസൽ കഴിക്കാൻ ഒരു മടി. അപ്പോൾ ജസ്റ്റ് കോലാപ്പൂർ സ്റ്റേഷനിലേക്ക് കയറുന്നു. സ്റ്റേഷന് മുൻവശമൊക്കെ അവസ്ഥയാണ്. ഇതാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ട്. അല്ല വാങ്ങില്ലേ, ശ്രീ ഛത്രപതി ഷാഹു മഹാരാജ് ടെർമിനസ് കോലാപ്പൂർ. മഴ ചാരത്തിറങ്ങി. അടിപൊളി സ്റ്റേഷനാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ മറ്റേ ലൈറ്റിങ്ങിന് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാരണം നമുക്ക് നല്ലൊരു വിഷ്വൽ കിട്ടുന്നില്ല. നിറച്ച് പ്രാവാണ്. ആരോ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സ്റ്റൈലുള്ള ഒരു ഗോത്തിക് ഇൻസ്പിറേഷനുള്ള ആർക്കിടെക്ചറാണ്. ഇതിൻ്റെ ഫർദർ ഹിസ്റ്ററിയൊക്കെ ഞാൻ താഴെ ടൈറ്റിലായിട്ട് ഇട്ടേക്കാം. പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്കെന്നാൽ നേരെ സ്റ്റേഷനുള്ളിലേക്ക് കയറാം. നമ്മുടെ ട്രെയിൻ ഓൾറെഡി ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടക്കുന്നുണ്ട്. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഞാൻ വിചാരിച്ചത്ര നന്നായിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇതാണ് രാജർഷി ഛത്രപതി ഷാഹു മഹാരാജ്. പുള്ളിയുടെ ഓർമ്മയിലാണ് ഈ സ്റ്റേഷന്. നമ്മുടെ സ്റ്റേഷൻ ഉള്ളിലോട്ട് കയറുന്നത്. ആദ്യം നേരെ കാണുന്നത് AC ജൻ ചേർക്കാറാണ് നമ്മുടെ കോച്ച്. C1 2 AC ചേർക്കാർ കോച്ചുണ്ട്. ഈ ആദ്യം കാണുന്നതാണ് നമ്മുടെ കോച്ച്. ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. വാങ്കോ ദോസ ഇഡ്ലീസ് ആൻഡ് മോർ. നമ്മുടെ കോച്ച് 171340. നമുക്കെന്നാൽ പെട്ടെന്ന് പോയി ലോക്കോ നോക്കിയിട്ട് തിരിച്ചു വരാം. 8:13, 8:25 പുറപ്പെടും. ഇൻട്രസ്റ്റിംഗ്ലി ഇതൊരു പകൽ ട്രെയിൻ ആണെങ്കിലും ഇതിൽ AC 3 ടയർ 2 ഒരു പകുതി AC 2 ടയറും ഒരു ഫസ്റ്റ് AC ഉണ്ട്, പിന്നെ സ്ലീപ്പറും ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിന് ഇത് കഴിഞ്ഞിട്ട് മുംബൈയിലെത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഹോസ്പേട്ടിലേക്കാണ് പോകുന്നത്. മുംബൈ ഹോസ്പേട്ട് ഓവർനൈറ്റ് എക്സ്പ്രസ് ആയിട്ടാണ് പോകുന്നത്. ആ ഹോണിഡി കേട്ടത് വന്ദേ ഭാരതാണ്. നമ്മൾ ഇന്നലെ വന്ന വന്ദേ ഭാരത്. അത് 8:15 ഇവിടെ നിന്ന് പോകും. ഇതാണ് വിഖ്യാതമായ ഡെക്കൻ ക്വീൻ ലിവറി. പണ്ട് സെൻട്രൽ റെയിൽവേയുടെ ഇൻ്റർസിറ്റി ട്രെയിനുകൾക്കെല്ലാം ഈ ലിവറി ആയിരുന്നു. നമ്മുടെ ലോക്കോ ഒരു WCAM 3 ആണ്. നമ്മൾ ഇന്നലെ ഓവർടേക്ക് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അതേ ലോക്കോ ആണെന്ന് തോന്നുന്നു. വൃത്തിയുള്ളൊരു ബോർഡില്ല കേട്ടോ ട്രെയിനിന്. ഇങ്ങനെ ബോർഡുള്ളൂ. ആണ് നമ്മുടെ ലോക്കോ 21957. വന്ദേ ഭാരത് ഇറങ്ങി പോകുന്നത് കാണാം. നമ്മൾ ആക്ച്വലി മെയിൻ ലൈൻ, അപ്പോൾ നമുക്കൊരു മെയിൻ ലൈൻ ഡിപ്പാർച്ചർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ 21957 കല്യാൺ ഷെഡിൻ്റെ WCAM 3. പഴയ ACDC ലോക്കോ ആണ്. ഇപ്പോൾ AC മാത്രമേ ഉള്ളൂ. നമുക്കെന്നാൽ പെട്ടെന്ന് നമ്മുടെ കോച്ചിലോട്ട് തിരിച്ച് നടക്കാം. കാരണം ഈ ദൂരം മുഴുവൻ തിരിച്ചു നടക്കാം. ഏറ്റവും പുറകെ നമ്മുടെ കോച്ച്. ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. പിന്നെ റൈറ്റ് സൈഡിലോട്ട് 2 കൂടിയുണ്ട്. ഒന്നിന് പ്ലാറ്റ്ഫോം 1 ബോർഡുണ്ട്, മറ്റേത് പ്ലാറ്റ്ഫോം 4. എൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പ്ലാറ്റ്ഫോം 1 ആണ്. എക്സ്ട്രീം റൈറ്റിലുള്ള പ്ലാറ്റ്ഫോം 4 ആണ്. ഇതിനൊരു ജൻ ചെയർക്കാറും ഉണ്ട്. ജൻ ശതാബ്ദിയുടെ ഒരു നോൺ AC ചെയർക്കാറുണ്ട്, ഒരു AC ചെയർക്കാറുണ്ട്. ആ AC ചെയർക്കാറിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കോച്ച് 171340. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇവിടുന്ന്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയേഴ്സ്. എൻ്റെ സീറ്റ് നമ്പർ 51. ഒരു അയൽ സീറ്റാണ്. 51 50 എൻ്റെ അതൊന്നുമല്ല. 51 തന്നെ അയൽ സീറ്റാണ്. ബുക്കിംഗ് സമയത്ത് വിൻഡോ എന്ന് കാണിച്ചത്. നമുക്ക് വിൻഡോ വേണ്ട, നമുക്ക് അയൽ തന്നെ വേണ്ടത്. അയൽ സീറ്റാണ്. ഇതാണ് ഇൻറ്റീരിയേഴ്സ്. നമുക്കന്ന് ഡോറിലേക്ക് പോകാം. വണ്ടി പുറപ്പെടാറായിട്ടുണ്ട്. എട്ട് 26 എൻ്റെ വാച്ചിൽ. റെയിൽവേ ക്ലോക്കിൽ ചിലപ്പോൾ 8:25 തന്നെയായിരിക്കും. ശ്രദ്ധിച്ചില്ല. നമ്മൾ കൃത്യമായിട്ട് 26
ശ്രീ ഛത്രപതി ഷാഹു മഹാരാജ് ടെർമിനസ് കൊല്ലാപ്പൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് നല്ല രസമായിരുന്നു കേട്ടോ. ശ്രീ ഛത്രപതി ഷാഹു മഹാരാജ് ടെർമിനസ് കൊല്ലാപ്പൂർ ടു ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് കൊയ്ന എക്സ്പ്രസ്. ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല ടൈറ്റായി. രാവിലെ ഞാൻ നേരത്തെ ഉണർന്നായിരുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കിടന്ന സമയം പോയി. അത് കഴിഞ്ഞ് പിന്നെ കുളിച്ചൊക്കെ ഇറങ്ങാൻ ഇത്തിരി ലേറ്റായി. കാര്യം ഞാൻ ചെന്നപ്പോൾ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു. ഹീറ്റർ ഓൺ ചെയ്ത് തണുപ്പിക്കാനൊക്കെ വെയിറ്റ് ചെയ്ത് അധികം സമയം പോയി. അപ്പോൾ ഇതാണ് ശ്രീ ഛത്രപതി ഷാഹു മഹാരാജ് ടെർമിനസ് കൊല്ലാപ്പൂർ. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ അങ്ങനെ മൊത്തത്തിൽ ലേറ്റായി. പിന്നെ അവിടെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ രാവിലെ എന്നോട് ഇന്നലത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 7:30 എന്തെങ്കിലും റെഡിയാക്കി വെക്കാമെന്ന്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇപ്പുറത്ത് വന്ന് ഹോട്ടലിൽ നിന്നിട്ടാണ് ആ പോഹയെങ്കിലും കിട്ടിയത്. കിട്ടിയില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സ്റ്റേഷനിലുണ്ട് സാധനം, നമുക്കറിയില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലാപ്പൂർ വരുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല. ഞാൻ കഴിച്ചിട്ട് വന്നു. അതിന് ചായ ഓർഡർ ചെയ്തു. പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ മണി 8-7 പിന്നെ ഞാൻ പറഞ്ഞു ചായ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇറങ്ങി പെട്ടെന്ന് വരികയായിരുന്നു ഇങ്ങോട്ട്. ഒന്ന് പെട്ടെന്ന് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലായിരുന്നു കോച്ചിങ് ഡിപ്പോ ഒക്കെ. നമ്മൾ പാസ് നോക്കിക്കുന്ന ഡിപ്പോ പാസ്സായി. ഈ കാണുന്നൊരു ഷണ്ടിങ് ലൈൻ ആണെന്ന് തോന്നുന്നു ഈ റൈറ്റ് സൈഡിലുള്ളത്. നല്ല നീളമുള്ള പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഉഗ്ര നീളമുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പുറത്തെ ടെർമിനൽ ലൈനുകൾക്ക് നീളം കിട്ടാൻ വേണ്ടിയാണ് അത്ര നീളത്തിൽ പണിത് വെച്ചിരിക്കുന്നത്. നമ്മുടെ പുറകോട്ട് ഇനി ഒരു AC ചേർക്കാരും 2 ജനറൽ കോച്ചും അത്രേ ഉള്ളൂ. 3 കോച്ചും കൂടി പുറകോട്ടുണ്ട് മൊത്തത്തിൽ. പുറകിൽ നിന്ന് 4ാമത്തെ കോച്ചാണ് നമ്മൾ. നീളമുള്ള ഷണ്ടിങ് ലൈനാണ്. ചായക്കാരനെ പോകുന്നു തുടങ്ങി. ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്നപ്പോൾ അതൊക്കെ കുറച്ചിന് ഉള്ളിൽ വരിക കേട്ടോ. ഓട്ടോ വരുന്നല്ലോ. നമ്മൾ ഓടി തളർന്ന് ഓടിയാണ് ഒരുവിധം വന്ന് കയറിയത്. കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ച് ഡോറിലേക്ക് വരും. ഈ ട്രെയിൻ ഇഷ്ടം പോലെ സ്റ്റോപ്പുണ്ട്. സ്റ്റോപ്പുകളുടെ കണക്കൊക്കെ ഞാൻ പറയാം. ഒരുപാട് സ്റ്റോപ്പുണ്ട്. ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ അത്ര ഇല്ല എന്ന് മാത്രം. ഒരു പാസഞ്ചറിനെക്കാട്ടും സ്റ്റോപ്പ് കുറവ്. എന്നാൽ ഒരു എക്സ്പ്രസ് എന്ന് വിളിക്കാൻ പറ്റുന്ന പോലെ അല്ല. ഇഷ്ടംപോലെ സ്റ്റോപ്പുള്ള വണ്ടിയാണ്. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ക്യാപ്ഷനിലിടുന്നുണ്ട്. പിന്നെ ഞാൻ പറയുകയില്ല. ഞാൻ കുറച്ച് നേരം അകത്തിരുന്നിട്ട് ജസ്റ്റ് പുറത്തോട്ട് വന്നതേ ഉള്ളൂ. ഇതാണ് കാഴ്ചകൾ ഇവിടുത്തെ. നല്ല മലയും ഇതൊക്കെയാണ്. അടിപൊളി റൂട്ടാണ്. നല്ല ഭംഗിയുണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അകത്തിരുന്ന സമയത്ത് നമുക്കൊരു WTG 4G അവളുടെ ഫ്ലൈറ്റ് മിസ്സായി. പിന്നെ അതുപോലെ നമ്മൾ പഞ്ചഗംഗ നദിയെ പാസ് ചെയ്യണം, അത് മിസ്സായി. സാരില്ല, നമ്മൾ എന്തായാലും ഇനി വീണ്ടും കൊല്ലാപ്പൂരിലേക്ക് വരുന്നുണ്ട്. എനിക്ക് കൊല്ലാപ്പൂർ മഹാലക്ഷ്മി ടെമ്പിളിൽ പോകണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ എത്താൻ വൈകിയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ ടെമ്പിളിൽ പോയില്ല. നമുക്ക് മറ്റൊരു യാത്ര വീണ്ടും വരണം. അപ്പോൾ നമുക്ക് മഹാലക്ഷ്മി ടെമ്പിളിലൊക്കെ പോകാം. നല്ല മാസ റൂട്ടാട്ടോ, നല്ല ഭംഗിയുള്ള റൂട്ടാണിത്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായി ഹത്കണങ്കളെ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഹത്കണങ്കളെയാണോ ഹട്ട്കണങ്കളെയാണോ എന്നറിയില്ല. ആ സ്റ്റേഷനകത്ത് ബോർഡ് നമുക്ക് വായിച്ച് നോക്കാം. ഇതൊരു റൈസ് മില്ലാണ്. HTK എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. സിഗ്നൽ പോസ്റ്റിന് താഴെ സ്റ്റേഷൻ്റെ കോഡ് എഴുതിയിരിക്കുന്നത് കാണാം. ഇത് സെൻട്രൽ റെയിൽവേയുടെ ഒരു ഹാബിറ്റാണ്. അവർ സിഗ്നൽ പോസ്റ്റുകൾ, അതായത് സ്റ്റേഷനിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന സിഗ്നൽ പോസ്റ്റുകളുടെയൊക്കെ താഴെ ആ സ്റ്റേഷൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, കോഡ് എഴുതിയിട്ടുണ്ടാവും. ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ലെഫ്റ്റിൽ ലൂപ്പിലോട്ട് കയറുന്ന കാണാം. നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ് കേട്ടോ. നല്ലോണം ഫുള്ള് പച്ചപ്പാണ്. മഴക്കാലമാണ്, ഇങ്ങനെ പച്ചപ്പ്. നമുക്ക് മഴ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇതുവഴി വരണം. ഇങ്ങനെ നമുക്ക് കാണാം. ഹത്കണങ്കളെ സ്റ്റേഷൻ്റെ പേര്.
ജനറലിലോട്ടൊക്കെ നല്ല തിരക്ക് കയറാനുണ്ട് കേട്ടോ ഇവിടുന്ന്. ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ്. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം എടുക്കാൻ ഞാൻ മനസ്സിലാവുന്നില്ല. പുതിയ ടൈപ്പ് പ്ലാറ്റ്ഫോം നമ്പർ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന 171340 വാത്താനക്കുളിത്ത് ജൻ കുർസിയാൻ. പ്രത്യേകിച്ച് ജൻ ആയിട്ടൊന്നും ഇല്ല ഇതിനകത്ത്, പക്ഷെ എൻ്റെ പേരെങ്ങനെയാണ്. ഇതാണ് സ്റ്റേഷൻ. കാര്യം മനസ്സിലായില്ല. ഒരു ഡെമോ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നുണ്ട്. സത്താര കോലാപൂർ ഡെമോ ആണ്. അപ്പോൾ ആ ഡെമോ വന്നിട്ട് നമ്മൾ പോകുള്ളൂ, ക്രോസിംഗ് ആണ്. അപ്പോൾ ചായ കിട്ടി വരണം. ഒരു ചായ മേടിച്ചു കേട്ടോ. പക്ഷേ ചായക്കകത്ത് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ വീട്ടിൽ എനിക്ക് ഇത്രയും മധുരം ഉണ്ടെങ്കിൽ 4 ചായ ഉണ്ടാക്കാം, അത്രയും മധുരമുണ്ട്. നല്ലോണം ഇഞ്ചി കിട്ടുന്നുണ്ട്, ഭയങ്കര മധുരം. നമ്മൾ ഇത്ര നേരം ഇവിടെ പോസ്റ്റാക്കിയ വണ്ടി ജസ്റ്റ് കയറി വരുന്നു. കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് കയറി വരുന്നുണ്ട്. ഒരു ഡെമോ ആണ്. സത്താര കോലാപൂർ ഡെമോ എന്നാണ് അനൗൺസ്മെൻറ്റ് വന്നത്. ജസ്റ്റ് ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറപ്പെടാനുള്ള സിഗ്നലായി. നമ്മളും പുറപ്പെടുകയായി, ആ ഡെമോവും പുറപ്പെടുകയായി. രണ്ടായിരത്തി 2016 ബിൽഡായിരുന്നു ഡെമോ. അത്യാവശ്യം പുതിയ ഡെമോ ആയിരുന്നു. ഇതാണ് ഭത്കണങ്ങളെ സ്റ്റേഷൻ്റെ ബിൽഡിങ്. ചെറിയ സ്റ്റേഷനാണ് കേട്ടോ, വളരെ ചെറിയ സ്റ്റേഷനാണ്. പക്ഷേ ക്രോസിംഗ് സ്റ്റേഷനാണ്. അപ്പോൾ അങ്ങനെ ഭത്കണങ്ങളെ കഴിഞ്ഞു. നമുക്കിനി അടുപ്പിച്ച് 2 സ്റ്റോപ്പുണ്ട്. 7 കിലോമീറ്റർ കഴിഞ്ഞ ഒരു സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞ് ജയസിംഗ്പൂർ എത്തും. ജയസിംഗ്പൂർ കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ നേരെ മിരജിലാണ് നിർത്തുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇട്ടാണ് ക്യാപ്ചർ ചെയ്യുക. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് മറ്റേ നമ്മൾ ഇന്നലെ വന്ദേ ഭാരതിൽ നിന്ന് കണ്ട ഘാട്ട് സെക്ഷൻ നല്ല വൃത്തിയായിട്ട് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ട്. ഞാൻ എന്തായാലും ഇനി ഒന്നിൽ കൂടി കൊലാപ്പൂരിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റൊക്കെ അപ്പോൾ നമുക്ക് അപ്പം ചെയ്യാം. അല്ല ഫ്രണ്ട്സ്, നമ്മുടെ സീറ്റ് ടൂർ ചെയ്തില്ലല്ലോ. ഇല്ല, നമ്മുടെ സീറ്റ് ടൂറിനെ പറ്റി പറയാൻ പോവുകയാണെങ്കിൽ പതിവ് പോലെ തന്നെ നല്ല ലെഗ് റൂമാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ലെഗ് റൂമാണ് കേട്ടോ. നല്ല ലെഗ് റൂമുണ്ട്, ഇത്രയും സ്ഥലമുണ്ട്. ഒറ്റക്കാര്യം ബോട്ടിൽ ഹോൾഡറൊന്നുമില്ല. മാഗസിൻ പൗച്ചിനകത്ത് ബോട്ടിൽ കുത്തി കയറ്റി വെക്കുന്നത്. മാഗസിൻ പൗച്ച് ആക്ച്വലി ചീത്തയായി പോയി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ട്രേ ടേബിളുണ്ട്. ട്രേ ടേബിൾ നല്ല കണ്ടീഷൻ, പക്ഷേ ഇത്ര തുറക്കുള്ളത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത് കുഴപ്പമില്ല. നമുക്കിതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നമ്മൾ വണ്ടിക്കകത്തുള്ളതിനെക്കാട്ടും കൂടുതൽ സമയം വാതിക്കലായിരിക്കും. ഇതാണ് ഒരു പ്രശ്നം കണ്ടോ, ബോട്ടിൽ ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നം. ബട്ട് അതർവൈസ് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വിൻഡോ ക്ലിയർ അല്ല കണ്ടോ. ഇതാണ് നമ്മുടെ വിൻഡോൻ്റെ അവസ്ഥ. വിൻഡോ ക്ലിയർ അല്ല. വിൻഡോ ഭയങ്കരമായിട്ട് ഫോഗിയാണ്. കർട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങൊന്നുമില്ല. ചാർജിങ് പോയിൻ്റ് ഉണ്ട്, തൊട്ട് പുറകിലാണ് ചാർജിങ് പോയിൻ്റ്. അതർവൈസ് സംഭവം മൊത്തത്തിൽ കൊള്ളാം. മൊത്തത്തിൽ ഈ പ്രദേശം കരിമ്പ് കൃഷിയാണെന്ന് തോന്നുന്നു കേട്ടോ. കരിമ്പ് കൃഷിയാണ് മെയിനായിട്ട് കാണുന്നത്. നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്താറായെന്ന് തോന്നുന്നു. കരിമ്പ് കൂടാതെ ഇവിടെ ഒരു ചെടിയും കൂടി ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. നമ്മുടെ അടുത്ത സ്റ്റോപ്പിൽ എത്തിയിരിക്കുക കേട്ടോ. സ്റ്റേഷൻ കാണാൻ പോലും ഇല്ല. ആ കാണുന്ന ബോർഡാണ് സ്റ്റേഷൻ. അടുത്തെത്തുമ്പോൾ പേര് വായിച്ച് പറയാം. ഇവിടെ പ്ലാറ്റ്ഫോമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്നത്. ഇന്ന് കയറാനും അങ്ങനെ ആരെയും കാണാനില്ല. മുന്നേ കുറച്ച് പേര് ഇറങ്ങുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കട്ടെ, റൈറ്റ് സൈഡിൽ വല്ല പ്ലാറ്റ്ഫോം ഉണ്ടോയെന്ന്. വലതുവശത്തും പ്ലാറ്റ്ഫോം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതാണ് വലതുവശം ആ സ്ഥലത്തിൻ്റെ.
ഇവിടെ പ്ലാറ്റ്ഫോം അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നിംഷീർഗാവ് തമദൽഗെ നിംഷീർഗാവ് തമദൽഗെ ആണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് 660 മീറ്റർ മുകളിലാണ്. ഇതാണ് സ്റ്റേഷൻ, എക്സ്പ്രസ് ട്രെയിനിന് സ്റ്റോപ്പുള്ള സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമൊന്നും ഇല്ല, 2 ബോർഡ് മാത്രമേ ഉള്ളൂ. കരിമ്പ് കൃഷിയുണ്ട്, പൂക്കൃഷിയുണ്ട്. അത് കൂടാതെ ചോളം പോലത്തെ ഒരു സാധനമുണ്ട്. ചോളമാണോ ജോവാർ, റാഗി പോലത്തെ വല്ലതാണോ? ചോറാവാൻ സാധ്യതയുണ്ട്. കാര്യം ഇവിടെയൊക്കെ ചോറ് കഴിക്കുന്നതാണ് ആൾക്കാർ. ഇതൊന്നും കൂടാതെ വേറൊരു സാധനം കൂടി ഉണ്ട് ഇവിടെ, തെങ്ങ്. കണ്ടോ, തെങ്ങുണ്ട് ഇവിടെ, തെങ്ങ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോഹ മാത്രമായിരുന്നല്ലോ, ഒരു സമോസ നമുക്ക് ഇന്നത്തെ ഭക്ഷണയാത്രയാണ്. നമ്മൾ ജയസിംഗ്പൂർ അടുത്ത സ്റ്റോപ്പ് എത്താറായെന്ന് തോന്നുന്നു. അടുത്ത സ്റ്റോപ്പായി ജയസിംഗ്പൂരിലേക്ക് കയറണം. അപ്പം അങ്ങനെ നമ്മൾ ജയസിംഗ്പൂർ എത്തി. ഞാനെന്നല്ലേ ഉള്ളിൽ പോയിട്ട് എൻ്റെ സമോസ അങ്ങോട്ട് തിന്ന് തീർക്കട്ടെ. കാര്യം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കൃഷ്ണ നദിയൊക്കെ നമുക്ക് കിടക്കാനുണ്ട്, അതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യണം. അപ്പം നമ്മൾ കൃഷ്ണ നദി കിടക്കുകയായി. നല്ല വെള്ളമുണ്ട്, ഒഴുക്കുണ്ട്. ലെവലൊന്നും താന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സൈഡിലെ കരയിലൊക്കെ ലക്ഷണം കണ്ടിട്ട് കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവിടുത്തെ മണ്ണ് കണ്ടോ, ബ്ലാക്ക് സോയിലാണ്. അതാ പുറത്തെ മേഘങ്ങളും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ സീൻ കാണാൻ. അടിപൊളി. ഉഴുത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അടുത്ത റൗണ്ട് കൃഷി ഇറക്കാനായിട്ട്. ഇപ്പുറത്തോട്ടൊക്കെ ഇത് തന്നെയാണ്, ഷുഗർ കെയിൻ തന്നെയാണ്, കരിമ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മിറജ് സ്റ്റേഷനിലേക്ക് അടുക്കാൻ പോകണം. മിറജ് സ്റ്റേഷനിലേക്ക് ഇനി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. താഴത്തെ മൈലേജ് മാർക്കർ 1/1 കാണാം. ഇതിൻ്റെ 0 മിറജിലാണ്. അപ്പോൾ ഈ 1 കിലോമീറ്റർ കൂടെയാണ് മിറജിലേക്കുള്ള ദൂരം. ഒരു ഭീകര വളവാണ് നമ്മൾ മിറജിലേക്ക് കയറുമ്പോൾ. ട്രാക്കിനോട് തൊട്ടടുത്ത് ചറ വളർന്ന വീടുകളാണ്. അപ്പോൾ വീടുകളിൽ നിന്ന് ആൾക്കാർ, പ്രത്യേകിച്ച് വലിയ മൃഗങ്ങൾ, ആൾക്കാരെക്കാട്ടും കൂടുതൽ വലിയ മൃഗങ്ങൾ ട്രാക്കിലേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടി വേലി പോലെ പണിതിട്ടിരിക്കുന്നുണ്ടാവും. ആ വേലി കൊടുത്ത ആൾക്കാർക്ക് ഉപകാരമായി, അവർക്ക് തുണി തോരാനുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതാണ് നമ്മൾ ഇന്ത്യക്കാർ. ഒരു സംഭവം കിട്ടിയാൽ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ബെൽഗാം സൈഡിൽ നിന്ന് വരുന്ന ലൈനുകൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാണ്. ഈ കാണുന്നതാണ് ബെൽഗാം സൈഡിൽ നിന്ന് വരുന്ന ലൈനുകൾ. ബെൽഗാം സൈഡിൽ നിന്ന് വരുന്ന ലൈനും ഉണ്ട്, അങ്ങേ അറ്റത്തായിട്ട് പണ്ഡർപൂർ സൈഡിൽ വരുന്ന ലൈനും ഉണ്ട്. ഈ കാണുന്നതാണ് ആ ലൈനുകൾ. ഇതിൽ എക്സ്ട്രീം ലെഫ്റ്റുള്ള ലൈന് പണ്ഡർപൂരിലേക്ക് പോകും. ബാക്കി 2 ലൈനുകൾ ബെൽഗാമിലേക്കാണ്. ബെൽഗാം ലൈൻ ഡബിൾ ആയോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ. നമ്മൾ ഈ സൈഡ് വഴിയൊക്കെ യാത്രയുടെ കാലങ്ങളായി. ആക്ച്വലി സ്പീക്കിംഗ് നാളെ വെളുപ്പിന് നമ്മൾ ഇതുവഴി പോവും, പക്ഷേ ഇരുട്ടത്തായിരിക്കും. യു ക്യാൻ ഗെസ്. നമ്മൾ മിറജ് സ്റ്റേഷനിലേക്ക് കയറുകയാണ്. അത് മിരാജ് എന്ന് പറഞ്ഞാൽ ശീലമായി പോയി. മിറജ് എന്ന് തന്നെയാണ് മറാഠിയിൽ എഴുതിയിരിക്കുന്നത്. മീൻ വൈൽ മിറജ് യാർഡ് എന്ന് കണ്ടോളൂ. ഇതാണ് മിറജ് യാർഡ്. അവിടെ 2 വാപ്സവൻ കിടക്കുന്നുണ്ട്. ഒരു
G9 ഹോൾഡ് ട്രെയിൻ കിടക്കുന്നുണ്ട്. അതിലൊരു G9 ഹോൾഡ് ട്രെയിൻ മഹാരാഷ്ട്ര എക്സ്പ്രസ് ആയിരിക്കണം. മിരജ് എത്തിയെന്നാണ് ഇത് പറയുന്നത്, വേരസ്മെ ട്രെയിൻ പറയുന്നത്. അപ്പോൾ ആ ട്രെയിൻ മിക്കവാറും അതായിരിക്കും. ഇതിനപ്പുറത്ത് കിടക്കുന്ന P7 ഹോൾഡ് ട്രെയിൻ ഏതാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ മിരജ് ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുന്ന് നമ്മുടെ ട്രെയിൻ ഫുള്ളാവും. നമ്മുടെ കോച്ച് ഏകദേശം ഇവിടുന്ന് ഫുള്ളാവും. മിക്കവാറും യാത്രക്കാരൊക്കെ ഇവിടുന്ന് തന്നെയാണ് കയറുന്നത്. തുഗ്ലക്കാബാദ് ഷെഡിന് 38101 ആണ് മഹാരാഷ്ട്ര എക്സ്പ്രസിൻ്റെ ലോഗോ. നമുക്കവിടെ പ്ലാറ്റ്ഫോം ബുക്ക് ചെയ്യാം. ഈ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിർത്തുന്നത്. നമ്മുടെ കോച്ചിടും വലിയ തിരക്കൊന്നും കയറുന്നില്ല കേട്ടോ. പക്ഷെ കയറുന്ന ഒത്തിരി ഉള്ളത് ഇവിടുന്നാണ്. പോകുന്ന അറിയുന്നത് കാര്യം ചാർട്ട് പ്രകാരം വണ്ടി ഫുള്ളാവും. അപ്പം അങ്ങനെ മീരജിൽ നിന്ന് പുറപ്പെട്ടു. സമയം 9:48 പുറപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ വാച്ച് 49. ഇവിടെ ഒരു സൈഡിങ് ഉണ്ട്. എനിക്കൊന്ന് ഒറിജിനലി VIP സൈഡിങ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്ക്രാപ്പ് ചെയ്യാനുള്ള കോച്ചുകളാണ് തന്നെ. 2000 ബിൽറ്റ് AC 2 ടയറുകളുടെ മറ്റേ ഹോട്ട് ഹോൾ ടൈപ്പ് വിൻഡോസ് ഉള്ളതും. കുഞ്ഞ് ജനലുകളായിരുന്നു പണ്ട് AC കോച്ചുകൾക്ക് ഉണ്ടായിരുന്നത്. മറ്റേ സ്ലീപ്പർ കോച്ചിന് ജനൽ അതേ സൈസിലുള്ള ജനലുകൾ, ചെറിയ ജനലുകൾ, കിളിവാതിലുകൾ. ജസ്റ്റ് മിരജിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3 ലൈനിലേക്ക് പുതിയ റെയിൽ പാനൽസ് ആണ് ലോഡ് ചെയ്യുന്നുണ്ടോ. അതാ ട്രെയിൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ റെയിൽ പാനൽസ് താഴോട്ട് ഇങ്ങനെ അൺലോഡായി വരും. മീരജ് ജംഗ്ഷൻ. അപ്പോൾ അവിടുത്തെ റെയിൽ മാറ്റാൻ വേണ്ടിയായിരിക്കും. ലോങ് വെൽഡഡ് റെയിൽസാണിത്. അതായിരുന്നു മീരജ് സ്റ്റേഷൻ. നമ്മൾ പുറകിൽ വിട്ട് നമ്മൾ ജസ്റ്റ് മുന്നോട്ട് കയറി. TTC കിടക്കുന്നുണ്ട്. ജഗദംബ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നതിന്. യൗള ബേസ്ഡാണ്, ഡിവിഷൻ പുണെ. ഈ റൈറ്റ് സൈഡിലോട്ടൊരു വലിയ യാർഡുണ്ട് ഇവിടെ. മിരജിന് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഫ്രൈറ്റ് യാർഡുണ്ട്. അതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോച്ചിനകത്തെ മൊത്തത്തിൽ സീറ്റ് നമ്പേഴ്സ് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ എൻ്റെ സീറ്റ് ശരിക്കും ടിക്കറ്റിൽ വിൻഡോ സീറ്റ് എന്നായിരുന്നു, അയൽ സീറ്റാണ് വന്നത്. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിലാണ്ട് ഇപ്പോൾ ഒരു കപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു എൽഡർലി കപ്പിളാണ്. അവർക്ക് രണ്ടുപേർക്ക് അടുത്തടുത്ത സീറ്റ് നമ്പേഴ്സാണ് 49, 50. പക്ഷെ നോക്കുമ്പോൾ രണ്ട് റോളുള്ള വിൻഡോ സീറ്റ്സായി പോയി. സീറ്റ് മാറ്റാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നടക്കില്ല, കാരണം അവരെന്നോട് 3 സീറ്ററിലെ വിൻഡോയിൽ പോയിരിക്കാൻ പറഞ്ഞു. അത് നടക്കില്ല നമുക്ക്. അപ്പോൾ ഇതാണ് മിരജ് യാർഡ്. മിരജ് യാർഡിൽ ഇവിടെ ഒരു ട്വിൻ കാസിപ്പേട്ട് വാക് 7 ഹോൾഡ് വാക് 7 ലൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പുറത്തൊരു വാക് 12B കിടക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തോട്ട് ഒരു BCNHS റേക്ക് കിടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഒരു ടാങ്കർ റേക്ക് കിടക്കുന്നുണ്ട്. ടാങ്കർ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡബിൾ ലൈനാണ് മിരജിൽ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഡബിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എക്സ്ട്രീം ലെഫ്റ്റിലെ ലൈനിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ടാങ്കറിന് രണ്ടറ്റത്തും കബൂസ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് ഇപ്പോഴത്തെ ലോക്കമൊന്നുമില്ല. ഇതാണ് മിരജ്
ഗാരേജ് യാർഡ് വലിയ യാർഡാട്ടോ, നല്ല വലുപ്പമുള്ള യാർഡാണ്. കണ്ടോ, അതിനകത്ത് കുറേ ഫ്രൈറ്റേഴ്സ് ഉണ്ട്, ട്രക്കുകൾക്ക് അതിനകത്ത് കയറി വരാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. വലിയ യാർഡാണ്. $75 കിലോമീറ്ററിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ മുന്നിലുണ്ടെന്നാണ് ആ ബോർഡ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ ട്രെയിൻ ആ സ്റ്റേഷനിൽ നിർത്തിക്കഴിഞ്ഞു. വിശ്രാം ബാഗ് എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ശരിക്കും മീറജിനും സാംഗ്ലിക്കും ഇടയ്ക്ക് ആകെ 6 കിലോമീറ്റർ ഉള്ളൂ. ആ 6 കിലോമീറ്റർ ഓട്ടത്തിനിടയ്ക്ക് ഒരു സ്റ്റോപ്പുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പുറപ്പെട്ടു. ഇതാണ് വിശ്രാം ബാഗ്. ഇതാണ് സ്റ്റേഷൻ. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ ഒരു കുഞ്ഞ് ടിക്കറ്റ് ഇഷ്യൂ ഓഫീസുണ്ട്. ഓരോന്നുമില്ല, ഹോൾട്ട് സ്റ്റേഷനാണ്. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നെൻ്റെ ഒരു ജന്മാഷ്ടമി വേണ്ടി ഇവിടെയൊക്കെ ഹോളിഡേ ആണ്. പിന്നത്തെ സ്കൂൾ കോളേജ് ഗോയിങ് ക്രൗഡൊന്നും ഉണ്ടാവില്ല. ഇത് വിട്ട ഉടനെ കാണുന്നത് സാംഗ്ലി സ്റ്റേഷൻ്റെ ഹോം സിഗ്നലാണ്. അതെ, വിശ്രാം ബാഗിൽ നിന്ന് ജസ്റ്റ് എഞ്ചിന് 2 കോച്ചിന് നീളം ഉരുണ്ട് കഴിഞ്ഞാൽ സാംഗ്ലി സ്റ്റേഷൻ്റെ ഹോം സിഗ്നലായിരുന്നു. അതിൽ ആംബറായിരുന്നു. നമ്മൾ വീണ്ടും സ്ലോ ഡൗൺ ചെയ്യണം. ഓൾറെഡി നമ്മൾ നിർത്തിയെടുത്തോണ്ട് നമുക്ക് സ്ലോ ആയിരുന്നു. നമ്മൾ ഏറ്റവും ലെഫ്റ്റിലേക്കുള്ള ലൈറ്റ് ആയിരുന്നു. എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും നമ്മൾ ചെല്ലുന്നത്. നമ്മുടെ ട്രാക്കിൽ മാനുവൽ ബലാ സ്ക്രീനിങ് നടക്കുന്നുണ്ട്. അത് ചില ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ്സ്, അതുപോലെ മറ്റേ ആക്സൽ കൗണ്ടർ, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ അവർക്ക് മാനുവലി ബലാസ് സ്ക്രീൻ ചെയ്യണം. അവിടെ ടാമ്പിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ കാത്തിപ്പുറത്ത് ഒരു സർപ്രൈസ് ഉണ്ടല്ലോ, ഒരു EF12K അല്ലേ അത്. സാംഗ്ലിയിലും ഫ്രൈറ്റ് യാർഡുണ്ട്, ഗുഡ് ഷെഡുണ്ട്. സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്നുണ്ട്. സിമെൻറ്റ് പോലെ തോന്നുന്നു, നല്ല പൊടി കാണാനുണ്ട്. ട്രക്കുകളിലേക്ക് അൺലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു EF12K കിടക്കുന്നുണ്ട്. EF12K എന്ന് പറയുന്നത് നമ്മുടെ ചിത്രരഞ്ജൻ ലോക്കോമോട്ടീവ് CLW തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത 12K 12,000 ഹോഴ്സ് പവർ ലോക്കോമോട്ടീവാണ്. 2 G9 ബേസിക്കലി ഒരുമിച്ച് ഇരിക്കുകയാണ്. 65028D ആണ് ഫ്രണ്ടിലത്തത്, പുറത്ത് C ആണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇവിടെ ക്യാബിനുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് സാംഗ്ലി സ്റ്റേഷനിലേക്ക് എത്തുന്നു. സാംഗ്ലി ശരിക്കും നമ്മുടെ മുന്തിരിക്ക് ഫേമസ് ആണ്. പച്ചമുന്തിരി, ഉണക്കിയ പച്ചമുന്തിരിക്ക് ഭയങ്കര ഫേമസ് ആണ് സാംഗ്ലി. ഇവിടെ അങ്ങനത്തെ സ്റ്റോളൊന്നും കാണാനില്ല. ഒരു 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് സ്റ്റോളോ അല്ലെങ്കിൽ കിട്ടുമായിരുന്നെങ്കിൽ കുറച്ച് മേടിച്ച് വെക്കായിരുന്നു. മിരജിനെക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്നാണ് കയറുക. കാര്യം ഇതാണ് കുറച്ചും കൂടി മേജർ ടൗൺ. 120 kmph ഫിറ്റാണ് നമ്മുടെ ഈ കോച്ച്. പ്ലാറ്റ്ഫോം ഇത് ഇങ്ങനെ വേണം. കണ്ടോ, പ്ലാറ്റ്ഫോം ഹൈറ്റ് കണ്ടോ, ഇത്ര ഹൈറ്റ് വേണം. നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഗ്യാപ്പുണ്ട്, ഇത്രയുള്ള ഗ്യാപ്പ്, ഇത്രേ പാടുള്ളൂ. നമ്മളങ്ങനെ സാംഗ്ലിയിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മുന്തിരി ഒന്നും ഇവിടെ കണ്ടില്ല. പ്ലാറ്റ്ഫോം ഹൈറ്റ് കൂട്ടിയത് കാരണം കട താന്നു പോയി. കണ്ടോ, ഇവിടെ ഒരു 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് സ്റ്റോൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇവിടെയുള്ള സാധാരണ കടകളിൽ കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ്. നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം ഒന്നും ഇവിടെ ഇല്ല. നമ്മളങ്ങനെ സാംഗ്ലിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. അത് പ്ലാറ്റ്ഫോമിന് ഹൈറ്റ് കൂട്ടിയത് കട നമുക്ക്. ഇതായിരുന്നു സാംഗ്ലി സ്റ്റേഷൻ.
ഇപ്പുറത്ത് എന്തോ പണി നടക്കുന്നുണ്ട്. അവിടെ 20 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലേക്ക് തിരിച്ചു വരുന്നു. ഇത് കഴിഞ്ഞ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് നമ്മുടെ കിർലോസ്കർവാടി എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റോപ്പും കൂടി ഉണ്ട്. അതായത് ഇത് ശരിക്കും ഒരു പാസഞ്ചർ ട്രെയിൻ, ഒരു ഫാസ്റ്റ് പാസഞ്ചർ പോലെയാണ് ഈ കോയന എക്സ്പ്രസ് എന്ന് പറയുന്നത്. രാവിലെ 8 മണിക്ക് പുറപ്പെട്ട വൈകുന്നേരം 4 മണിക്കാണ് പൂനെത്തുന്നത്. 8 മണിക്കൂർ എടുക്കും പൂനെയിലെത്താൻ. കൊലാപ്പൂരിൽ നിന്ന് പൂനെയിലേക്ക് ബൈ റോഡ് പോയി കഴിഞ്ഞാൽ, ബസ്സിന് പോയി കഴിഞ്ഞാൽ 5 മണിക്കൂർ മതി. വോൾവോ ഒക്കെ ആണെങ്കിൽ ഒരു 5 മണിക്കൂർ, ആണെങ്കിൽ സാധാരണ ബസ് ഒരു 6 മണിക്കൂറിലെത്തുമായിരിക്കും. അത്രയും സമയം മതി. അപ്പോൾ ബേസിക്കലി ട്രെയിനിന് പോകുന്നത് ഈ ബസ്സിന് യാത്ര ചെയ്യുമ്പോൾ വയ്യാത്തത്, ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ. അല്ലെങ്കിൽ പിന്നെ കാശ് പ്രശ്നം, അതായത് ക്യാഷ്, ട്രെയിൻ ചീപ്പാണ്, സെക്കൻഡ് ക്ലാസ്സൊക്കെ ചീപ്പാണ്, അതുകൊണ്ട് ട്രെയിനിൽ പോകുന്നതാണ്. അതല്ലാണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ബസ്സാണ് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുംബൈയിൽ നിന്ന് കോലാപ്പൂരിലോട്ട് ട്രെയിനുകൾ വളരെ 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 കുറവാണ്. മുംബൈ കോലാപ്പൂർ റൂട്ടിൽ നൈറ്റ് സർവീസ് എന്ന് പറയാൻ ഒരു മഹാലക്ഷ്മി എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. ഡേ സർവീസ് എന്ന് പറയാൻ കോയന എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. പൂനെ നിന്നാണെന്നുണ്ടെങ്കിൽ വന്ദേ ഭാരതും പിന്നെ ഒരു സഹ്യാദ്രി എക്സ്പ്രസിൻ്റെ പൂനെ കോലാപ്പൂർ സ്പെഷ്യൽ കൂടിയുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വണ്ടിയൊന്നുമില്ല. കോലാപ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ മഹാരാഷ്ട്രയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഒന്നാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളും ഉണ്ട് ഇവിടെ. എന്നിട്ടും കൂടി നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കുറച്ച് നേരം ഉള്ളിൽ പോയി ഇരുന്നതാണ്, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ. അപ്പോഴും തന്നെ അടുത്ത സ്റ്റേഷനെത്തി. ഇതാണ്, ഈ വണ്ടിയിൽ നമുക്ക് യാത്ര കൂട്ടാൻ റെസ്റ്റ് കിട്ടില്ല. കാര്യം സ്റ്റേഷനിൽ ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ സ്റ്റേഷൻ വന്നുകൊണ്ടിരിക്കും. ഭിലവടി എന്നാണ് സ്റ്റേഷൻ്റെ പേര്. അത്യാവശ്യം ആൾ കയറാനുണ്ട് കേട്ടോ. ഭിലവടി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ചെറിയ സ്റ്റേഷനാണെങ്കിൽ അത്ര ചെറിയ സ്റ്റേഷനൊന്നുമല്ല. 2 മെയിൻ ലൈനിലും 2 റൂട്ട് ലൈനുമായിട്ട് 2 പ്ലാറ്റ്ഫോമുണ്ട്. പക്ഷെ ഷെൽട്ടറൊന്നും കാണാനില്ല. സ്റ്റാർട്ടറായി കഴിഞ്ഞു. നല്ല സൗണ്ട് ഹോണ്. നമ്മൾ 16ാമത്തെ കോച്ചും കൊണ്ട് എന്നിട്ട് നല്ല ക്ലിയറായിട്ട് കേൾക്കാം. ചില വാപ്പ് 7-ലൊക്കെ നമ്മൾ എന്താ പറയുന്നത് 4ാമത്തെ 5ാമത്തെ കോച്ച് നിന്നാൽ തന്നെ ഹോൺ കേൾക്കില്ല. അതാണ് ഇൻഡിവിജ്വൽ വാപ്പ് 7-ൻ്റെയാണ്, എല്ലാ വാപ്പ് 7-നും കുറ്റം പറഞ്ഞല്ല കേട്ടോ. ഈ WKM3 എന്ന് പറയുന്നത് ഒരു AC/DC ക്ലാസ് ലോക്കോമോട്ടീവാണ്. അതായത് AC കറൻറ്റ് 25 kV AC-ലും 1.5 kV DC-ലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ഓഫ് ലോക്കോമോട്ടീവാണ് WKM3 എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ 1.5 kV DC നമ്മുടെ ഇന്ത്യയിൽ എവിടെയും ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ 25 kV AC മാത്രമാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ DC എക്യുപ്മെൻറ്റൊക്കെ പെർമനൻ്റ്ലി ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. അത് റിമൂവ് ചെയ്തിട്ടില്ല, കാരണം റിമൂവ് ചെയ്താൽ ലോക്കോന് വെയിറ്റ് ബാലൻസ് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ റിമൂവ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്ത് പ്യുവർ AC വർക്കിംഗ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത് മുംബൈ ഡിവിഷനിലെ കല്യാൺ ലോക്കോ ഷെഡിൽ മാത്രമാണ് WKM3 ലോക്കോ ഉള്ളത്. ഇതേപോലെ WKM2-ഉം WKM1-ഉം ഉണ്ടായിരുന്നു. WKM1 ഇപ്പില്ല, അത് സ്ക്രാപ്പായി, മുഴുവൻ സ്ക്രാപ്പായി. WKM2 കുറച്ചെണ്ണം കല്യാണിൻ്റെ അടുത്തുണ്ട്. അതിന് മുമ്പ് വെസ്റ്റേൺ റെയിൽവേയുടെ കയ്യിലായിരുന്നു. വെസ്റ്റേൺ റെയിൽവേയുടെ വൽസാഡ് ഷെഡിലായിരുന്നു പണ്ട് ഈ WKM1-ഉം WKM2-ഉം ഉണ്ടായിരുന്നത്. അതിന് വെസ്റ്റേൺ റെയിൽവേ ഫുൾ AC ആയപ്പോൾ WKM2 കുറേ എണ്ണം സെൻട്രൽ റെയിൽവേക്ക് കിട്ടി, കല്യാൺ ഷെഡിലുണ്ട്. ഇപ്പോൾ അതൊക്കെ സ്ക്രാപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ കോഡൽ ലൈഫ് കഴിഞ്ഞ് ഇപ്പോൾ ലോക്കോസ് എല്ലാം സ്ക്രാപ്പായി തുടങ്ങി. ഈ WKM3-നെ പറ്റിയും ഒരുപാട് ലോക്കോ പൈലറ്റുമാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് പവർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് WKM3 ഇനിയിപ്പോൾ അധികം താമസിയാതെ സ്ക്രാപ്പാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മളതിന് യാത്ര ചെയ്യുക, അത് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഉദ്ദേശം. പിന്നൊരു കാര്യം ഞാൻ സത്യമായിട്ട് പറയുകയാണ്, ഞാൻ ഇതിന് WKM3 കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ കോയന എക്സ്പ്രസ് ബുക്ക് ചെയ്തത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡീസൽ ലോക്കോയാണ് പ്രതീക്ഷിച്ചത്. കാര്യം ഇലക്ട്രിക് ലോക്കോ ഷോർട്ടേജിലുണ്ട്, അവർ പല റൂട്ടിലും ഡീസൽ ലോക്കോ വിടും. നമ്മളങ്ങനെ മെയിൻ ലൈനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ ഡബിൾഡാണ്. എനിക്ക് തോന്നുന്നു കിർലോസ്കർവാടി കരാട് വരെ എനിക്കൊന്നും ഡബിൾഡാണെന്ന് തോന്നുന്നു. എനിക്ക് എത്ര ഓർമ്മ കിട്ടുന്നില്ല നമ്മൾ ഇന്നലെ എവിടെ വരെ ഡബിൾഡ് കണ്ടു എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും നമുക്ക് പോകെ അറിയാം. നമ്മളങ്ങനെ കിർലോസ്കർവാടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പല സ്ഥലത്ത് രാമാനന്ദ് നഗർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കിർലോസ്കർവാടിയുടെ പേര് അവർ മാറ്റിയാവും
പല സ്ഥലത്തും ഇപ്പോൾ ഒരു കോളേജ് ഉണ്ടായിരുന്നു, കോളേജിൻ്റെ ഇതിലും രമാനന്ദ് നഗർ എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് ഈ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് രമാനന്ദ് നഗറാണോ എനിക്കറിയില്ല കേട്ടോ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ഡൗൺ ബില്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കിർലോസ്കർവാടി സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ നമുക്ക് ട്രാക്ക് സൈഡിൽ ഇങ്ങനത്തെ ഈ ബോർഡ് കാണാൻ പറ്റും. MRIDC എന്ന് പറയുന്നത് മഹാറെയിൽ. ഇത് മഹാരാഷ്ട്ര റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. അവരാണ് മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി റെയിൽവേ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ സ്റ്റേറ്റ് സെൻട്രൽ പാർട്ട്ണർഷിപ്പിലുള്ള വർക്കുകളൊക്കെ MRIDC വഴിയാണ് ചെയ്യുന്നത്. ഇതാണ് കിർലോസ്കർവാടി. ഇതാണ് സ്റ്റേഷൻ. നമ്മൾ ഇന്നലത്തെ വീഡിയോ ഞാൻ ഈ സ്റ്റേഷൻ ബിൽഡിംഗ് കാണിച്ചു. ഇന്നലെ നമ്മൾ വന്നപ്പോൾ ആ ബിൽഡിങ്ങിന് മുന്നിലായിട്ടാണ് ഏകദേശം വന്നിരുന്നത്. ഇതാണ് കിർലോസ്കർവാടി. അവിടെ പല സ്ഥലങ്ങളിലായിട്ട് 100 years ഓഫ് കിർലോസ്കർവാടി എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ അത് കണ്ടില്ല. WGSCZAC CR 17151 താഴെ ഒരു ഇതുണ്ട്. നോ സ്മോക്കിംഗ്, ഡു നോട്ട് സ്മോക്കിംഗ് ഇൻ ദ ലാബറട്ടറി, ഡു നോട്ട് പുട്ട് ദ തിങ് ഇൻ ദ ഡസ്റ്റ്ബിൻ വൈൽ ബേണിംഗ്. അതായത് നമ്മളകത്ത് കത്തിച്ചാലും കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡസ്റ്റ്ബിനകത്ത് ഇടരുത്. എന്തല്ലേ. അപ്പോൾ നമ്മൾ കിർലോസ്കർവാടി നിന്ന് പുറപ്പെടുകയും മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട്. ഒരു പഴയ സ്റ്റേഷൻ ബിൽഡിങ്ങാണിത്. ഇതൊന്ന് ഒറിജിനലി ഓടിട്ടതായിരുന്നു തോന്നുന്നു. ഇപ്പം എന്തായാലും മുകളിൽ ഷീറ്റാണ്. അതുകൊണ്ട് അവിടെയൊക്കെ കാണാം 100 years കിർലോസ്കർവാടി എന്ന്. 1922 1912 1912 ആണ് കേട്ടോ. 1910 അല്ല, 1912 ആണ്. ഇതൊരു അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. നല്ല രസമുള്ള സ്ട്രെച്ചസാണ് മുന്നോട്ട് വരുന്നത്. കിർലോസ്കർവാടി വിട്ടപ്പോൾ മുതൽ നമുക്കിങ്ങനെ കമ്പനിയായിട്ട് ഇങ്ങനെ മലകളുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കരാടിലാണ്. വണ്ടിക്ക് ഓൺബോർഡ് കാറ്ററിംഗ് ഉണ്ട്. കാര്യം ആൾ വന്നിട്ടുണ്ടായിരുന്നു ഓർഡർ എടുക്കാൻ ലഞ്ചിന്. ആളെന്നിട്ട് പറഞ്ഞത് ഏകദേശം 12 മണി കഴിയുമ്പോൾ 12:30 ലഞ്ച് സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ മിക്കവാറും സത്താരയിൽ നിന്നായിരിക്കും ലഞ്ച് കയറ്റുന്നത്. സത്താര കഴിഞ്ഞിട്ടാണ് ശരിക്കും കാണാൻ ഭംഗിയുള്ള പ്രദേശം വരുന്നത്. ആ പ്രദേശം വരുന്ന സമയത്ത് നമ്മൾ ലഞ്ചിൽ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പേടി. അവിടെ മഴ കണ്ടോ ഭായ്, മഴ അങ്ങോട്ട് മേഘം മൂടി നിൽക്കുകയാണ്. ഏത് സമയത്തും മഴ പെയ്ത് തുടങ്ങാം. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. മുസഫർനഗർ ഹുബ്ലി സ്പെഷ്യലാണ്. വൈകി ഏകദേശം 7 മണിക്കൂർ ലേറ്റിൽ ഓടിയുന്ന ട്രെയിനാണ്. അത് ഒരു 7 മണിക്കൂർ മാത്രം വൈകി ഓടുന്ന ട്രെയിനായിരുന്നത്. ഓ മൈ ഗോഡ്, വട്ടെ മഴ. അവിടെ ഇവിടെ മഴയില്ല, അങ്ങോട്ടാണ് മഴ. എനിക്കിങ്ങനത്തെ മലയും പച്ചപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ കട്ട് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. ഇത് ഷെനോലി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഷെനോലി. പുറകത്തെ മലയുടെ മുകളിൽ ഒരു അമ്പലം കാണാൻ പറ്റുന്നുണ്ട്. മഴ ചാറുന്നുണ്ട്, അതുകൊണ്ട് ലെൻസിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും. പ്ലീസ് ഡു നോട്ട് മൈൻഡ്. ഇതൊരു ഹോർസ് ഷൂ കേവ് പോലത്തെ ഒരു കേവാണ്. കണ്ടോ, വണ്ടിയുടെ ഫുള്ള് വളഞ്ഞ വരുന്ന വണ്ടി.
ഇതുപോലത്തെ കുറച്ച് വളവുകൾ നമ്മുടെ മറ്റേ ഘാട്ട് സെക്ഷനിൽ, ഷിൻഡാവണ ഘാട്ട് സെക്ഷനിലുണ്ട്. അപ്പോൾ ഈ യാത്ര ഇതുവരെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നമ്മൾ ജനശതാബ്ദി ലിവറിയുടെ കോച്ചിലാണ് നമ്മുടെ യാത്ര. ജനശതാബ്ദി ലിവറിയുടെ കോച്ചിൽ നമ്മൾ ജനശതാബ്ദി എക്സ്പ്രസ് അല്ലത്, വളരെ പതുക്കെ പോകുന്ന കൊയ്ന എക്സ്പ്രസ് ആണ്. അപ്പോൾ കൊയ്ന എക്സ്പ്രസ്സിലുള്ള നിങ്ങളുടെ യാത്ര ഇതുവരെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ ഘാട്ടിലോട്ട് കയറാൻ പോകുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് കരാട് എത്തുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ ഘാട്ടിലേക്ക് കയറാം. ആ ഘാട്ട് സെക്ഷനിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു സ്ട്രെച്ചാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മുഴുവനായിട്ട് കാണാം. അടിപൊളി വീഡിയോ ആയിരിക്കും ഇത്, ഐ പ്രോമിസ്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. മെയിൻ ലൈനിൽ പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷെ നമ്മൾ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നിർത്തുന്ന പ്ലാറ്റ്ഫോം, പ്ലാറ്റ്ഫോം നമ്പർ 1. വണ്ടി ഒരു അല്പം ലേറ്റ് ആട്ടോ. വണ്ടി ഓൺ ടൈമൊന്നുമല്ല, വണ്ടി ഒരു അല്പം ലേറ്റാണ്. ഒരു 15-20 മിനിറ്റോളം ലേറ്റാണ്. 11:16 ഇപ്പോൾ സമയം. ഇവിടെ നിന്ന് നല്ല തിരക്ക് കയറുന്നുണ്ട്. പക്ഷേ ഈ തിരക്ക് കയറുന്ന എല്ലാം ജനറൽ കമ്പാർട്ട്മെൻറ്റിലോട്ടാണ്. എ സിയിലോട്ട് പൊതുവേ തിരക്ക് വളരെ കുറവാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ ചെയ്തിട്ടുള്ള ചുമരൊക്കെയാണ്. സ്റ്റേഷൻ്റെ പുറത്ത് വർക്ക് നടക്കുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സ്റ്റേഷൻ്റെ പുറത്ത് എന്തൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് മറ്റേ സൈഡ്. ഈ സൈഡിലും ആക്ച്വലി എല്ലാ ലൈനിലും പ്ലാറ്റ്ഫോം ഉണ്ട്. ലൂപ്പ് ലൈനിലും മെയിൻ ലൈനിലും ഒക്കെ പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു തോന്നുന്നു. ഒരുപാട് ആൾക്കാർ കയറാനുള്ളതുകൊണ്ടായിരിക്കും ലൂപ്പ് ലൈനിൽ കൊണ്ടുവന്ന് കയറ്റി നിർത്തിയത്. അപ്പോൾ നമ്മൾ കരാടുന്ന് പുറപ്പെട്ടു കേട്ടോ. കരാട് ഗുഡ്സ് ഷെഡ് 24 hours. ഫ്രണ്ടിൽ നല്ല മഴയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്ത സ്റ്റോപ്പായ മസൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സ്റ്റേഷനിൽ ബോർഡൊന്നുമില്ല, പ്ലാറ്റ്ഫോം ഉണ്ട് പക്ഷെ ബോർഡൊന്നുമില്ല. മഴയാട്ടോ. ഞാനിപ്പോൾ ക്യാമറ ഒന്ന് അകത്തുകൊണ്ടേ ഫുള്ള് തുടച്ചിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. വീണ്ടും മഴ നനഞ്ഞു. ഇതാണ് മസൂർ. നമ്മുടെ മസൂർ ദാളില്ലേ, അതുപോലൊരു സ്ഥലമാണ് മസൂർ. പ്ലാറ്റ്ഫോമിൽ വർക്ക് നടക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ JCB ഒക്കെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. ഷെൽട്ടറൊന്നും ഇല്ല. ഓൺ കാറ്ററിംഗുകാരുണ്ടെന്നുണ്ടെങ്കിലും IRCTCയുടെ കപ്പൊന്നും കേട്ടോ. അവരുടെ സ്വന്തം ഒരു കപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതേ നമ്മുടെ പൂർണ്ണ എക്സ്പ്രസിൻ്റെ പഴയ റേക്ക്. മസൂർ സ്റ്റേഷൻ കൊണ്ടുവന്നിട്ടിരിക്കുകയാണത്. എന്തിനാണോ നിർത്തിയത്? എടുത്ത് വീണ്ടും നിർത്തി, എന്നിട്ട് ഇപ്പോൾ വീണ്ടും എടുക്കുന്നു. ആരെങ്കിലും കയറുന്ന വല്ലതും കണ്ടുകൊണ്ട് ഗാർഡ് നിർത്തിച്ചതാണോ എന്നറിയില്ല കേട്ടോ. അതായിരുന്നു മസൂർ സ്റ്റേഷൻ. ഈ മസൂർ സ്റ്റേഷൻ മസൂർ ദാളുടെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് റിസർച്ച് നടത്തിയിട്ട് തീർച്ചയായിട്ടും കമൻസിൽ താഴെ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതൊക്കെ അടുത്ത സ്റ്റോപ്പ് താർഗാവ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. താർഗാവ് സ്റ്റേഷനിലാണിത്. ഇവിടെ മഴയാണ്. അപ്പുറത്തോട്ട് മാറി ചെറിയൊരു ഷെൽട്ടറുണ്ട്. സമയം 11:55. ഇപ്പുറത്തെ സൈഡിൽ ഒന്നുമില്ല, കാലിയാണ്. ഈ ട്രെയിൻ ആക്ച്വലി കരാടിനും സത്താരിക്കും ഇടയ്ക്ക് 3 സ്റ്റേഷനിലും 3 നിർത്തും. അപ്പോൾ താർഗാവ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ സായിപ്പ് നിങ്ങൾ വടപ്പാവ് വിളിച്ചു എന്ന് കേട്ടിട്ടുണ്ടാവും. വടപ്പാവ് ഞാൻ ട്രെയിനിൽ നിന്ന് അങ്ങനെ മേടിക്കാറില്ല. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വടപ്പാവിൻ്റെ പാവ്, ട്രെയിനിൽ കിട്ടുന്ന പാവ് വലിയ ഗുണം ഉണ്ടാവാറില്ല. സാധാരണ കുറച്ച് ഹാർഡായിട്ടുള്ള പാവായിരിക്കും. നമ്മൾ നല്ല റെപ്യൂട്ടഡ് കടകളിൽ പോയി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള പാവ് കിട്ടും. പാവ് എന്ന് പറയുന്നത് ബണ്ണ് പോലത്തെ സാധനമാണ്. പിന്നെ ഇപ്പോൾ പൂനെ പോയിട്ട് ഞാനൊരു കടയിൽ പോയി കഴിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ജന്മാഷ്ടമി ആയതുകൊണ്ടും എനിക്ക് പോകേണ്ട കട പൂനെയിലെ ആ മാർക്കറ്റ് ഏരിയയിൽ സദാശിവ് പേട്ട്
മാർക്കറ്റ് ഏരിയയിലായതുകൊണ്ടും എന്താണെന്ന് എനിക്കറിയില്ല. ശനിവാർ വാടക കഴിഞ്ഞ് പോകണം, എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് അങ്ങനെ പോയി നോക്കാം. ഇതായിരുന്നു സ്റ്റേഷൻ. ഇത് പഴയ ബിൽഡിങ്ങും ഇത് പുതിയ ബിൽഡിങ്ങും. ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവർ ഓപ്പറേഷണൽ ഏരിയാസ് പാസഞ്ചർ അമ്യൂണിറ്റീസിൽ നിന്ന് സെപ്പറേറ്റ് ആക്കുകയാണ്. അതൊരു നല്ല കൺസെപ്റ്റാണത്. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും അവരുടെ UPS റൂമും റിലേ റൂംസും അതൊക്കെ സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങിലായിരിക്കും. പാസഞ്ചേഴ്സിനുള്ള വെയിറ്റിംഗ് റൂം, യാത്രക്കാരുടെ മറ്റ് സൗകര്യങ്ങളെല്ലാം മറ്റൊരു റൂമിലായിരിക്കും. അപ്പോൾ യാത്രക്കാർക്ക് ആ സ്റ്റേഷൻ്റെ മെയിൻ ഏരിയയിൽ മൊത്തം യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളായിരിക്കും. അതൊരു നല്ല കാര്യമാണത്. കാര്യം അവിടെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും റിലേ റൂം, UPS റൂം എന്ന് പറഞ്ഞാൽ കുറേ മുറികൾ വേസ്റ്റ് ചെയ്യുന്നതിന് പകരം അവിടെ വെയിറ്റിംഗ് ഹാളും അതൊക്കെ ചെയ്ത് യാത്രക്കാർക്ക് സൗകര്യം കൊടുക്കാമല്ലോ. അപ്പോൾ താരഗാം സ്റ്റേഷൻ കഴിഞ്ഞത് ലൂപ്പ് ലൈനിലായിരുന്നു പ്ലാറ്റ്ഫോം. നമ്മളിപ്പോൾ ജസ്റ്റ് മെയിൻ ലൈനിലേക്ക് തിരിച്ചു കയറും. ഇവിടെ നിന്ന് അങ്ങോട്ട് സിംഗിൾ ലൈനാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ എക്സ്ട്രീം റൈറ്റിലോട്ട് പിന്നെയും പോകുന്നുണ്ട് കണ്ടോ. അപ്പോൾ താരഗാവ് മുതൽ സിംഗിൾ ലൈനാണ്. ഇവിടെ ഡബിളിങ്ങിന് ആവശ്യമായ ലൈൻ ഇട്ട് പോയിട്ടുണ്ട്. വയറിങ് ചെയ്യാനുള്ള OHE മാസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ വയറിങ് ചെയ്തിട്ടില്ല. എനിക്കൊന്ന് അതിൻ്റെ തോന്നുന്നു വർക്ക് നടക്കുന്നുണ്ട്, എന്തോ ഒരു പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മുതൽ ട്രാക്കിന് വയറിങ് പതുക്കെ തുടങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ പണി നടക്കുന്ന കാണാം. ഒരു ട്രക്കിൻ്റെ മുകളിൽ അവരൊരു ക്രെയിൻ പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അത് പണിയെടുക്കുന്നുണ്ട്. പേര് റഹിമത്പൂർ എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു സ്റ്റേഷൻ്റെ പേര്. ഇവിടെ പുതിയ ലൈനിൽ സിഗ്നൽ പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. കമ്മീഷനായിട്ടില്ല, തിരിച്ചു വെച്ചിരിക്കുകയാണത്. കമ്മീഷനിങ് ബാക്കിയാണ്. ഒരു ഫോട്ടോ അണ്ടർപാസിന് കൺസ്ട്രക്ഷൻ തോന്നുന്നു. മൊത്തം വെള്ളം കയറി. റഹിമത്പൂർ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ലൂപ്പ് ലൈനിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കൂടെ പണി നടക്കുന്നുണ്ട്. ലൂപ്പ് ലൈനിൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് നടക്കുന്നുണ്ട്. രണ്ട് അപ്പ് ആൻഡ് ഡൗൺ രണ്ടും ലൂപ്പ് ലൈനിലാണ് പ്ലാറ്റ്ഫോംസ്. ഇവിടെ ഇതാണ് സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്, പഴയ സ്റ്റേഷനാണ്. ഇപ്പുറത്തോട്ട് മാറി പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങിന് പണി കഴിഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഇതൊക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ. അകത്തോടെ സാധനങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് ആയിരിക്കും മോസ്റ്റ്ലി വരാൻ പോകുന്നത്. അങ്ങനെ റഹിമത്പൂർ കഴിഞ്ഞു. ഇനി എൻ്റെ ഓർമ്മ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റോപ്പും കൂടി ഉണ്ട് നമുക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പ്, സത്താര എത്തുന്നതിന് മുമ്പ്. നമ്മൾ
നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനോട് തിരിച്ചു വരും. ഇതാണ് പുതിയ പ്ലാറ്റ്ഫോമും അപ്പർ സൈഡിൽ പുതുതായിട്ട് വരുന്ന മെയിൻ ലൈനും. നമ്മൾ അടുത്ത സ്റ്റേഷൻ കൊരേഗാവിലോട്ട് എടുത്തതാണ്. ഇവിടെ ട്രാക്ക് ഇട്ടിട്ടില്ല കേട്ടോ, ഇതൊന്നും ട്രാക്ക് ഇട്ടിട്ടില്ല. ട്രാക്ക് ഇടാൻ പോകുന്നുള്ളൂ. നല്ല ഹെവി വളവാണ്. ഹെവി വളവെന്ന് പറഞ്ഞാൽ ശരിക്കും ഹെവി വളവാണ്. നമ്മുടെ AC കോച്ചിൻ്റെ മറ്റേ ഡോറല്ലേ അതുവരെ തുറന്നു പോയി. അതിന് വലിയ സ്പ്രിങ് ആക്ഷൻ ഇല്ല. അത് ശരിക്കും സ്ലൈഡിങ് ഡോറായിരുന്നു. സ്ലൈഡിങ് ഡോറിനെ ഇങ്ങനത്തെ ഡോറായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. വീണ്ടും ലൂപ്പ് ലൈൻ ആണെന്ന് തോന്നുന്നു പ്ലാറ്റ്ഫോം. റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. ലൂപ്പ് ലൈൻ ആണെന്ന് തോന്നുന്നു. കണ്ടു ഒരു വമ്പൻ കേവ്. അപ്പുറത്തെ ലൈനിൽ ലൂപ്പ് ലൈനും മെയിൻ ലൈനും ഇതിലാണ്, എന്താ പറയുന്നത്, നമ്മുടെ പാലത്തിൻ്റെ മുകളിലാണ്. ഓ, നമുക്കിവിടെ നമ്മുടെ സൈഡിൽ തന്നെ പ്ലാറ്റ്ഫോം. കൊരേഗാവ്. ഒരു മിനിറ്റ് ഒന്ന് റൈറ്റ് സൈഡ് ചെക്ക് ചെയ്തിട്ട് വരാം. ഓ, ഇവിടെ പണ്ടേ മെയിൻ ലൈൻ കൂടാതെ 2 ലൂപ്പ് ലൈനുള്ള സ്റ്റേഷനായിരുന്നു. റൈറ്റ് സൈഡിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ട്രെയിനിന് പുറകിൽ ഒരു നല്ല ബോർഡുണ്ട് കേട്ടോ. നമുക്ക് പൂനെയിൽ ഇറങ്ങിയിട്ട് പുറകിൽ പോയ ബോർഡിന് ഒരു പിക്ക് എടുക്കണം. പ്ലാറ്റ്ഫോമിന് ഹൈറ്റ് കുറവല്ല, ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഇറങ്ങിയിട്ട് കയറിയേക്കാന്ന് വെച്ചാൽ കണ്ടു. ഇത്രയും താഴേന്ന് 1ാമത്തെ 2ാമത്തെ പടിയിലാണ് വരുന്നത്. അത്യാവശ്യം ആൾ കയറാണ്ട്. AC കോച്ചിലോട്ടും കൂടി ആൾ കയറാറുണ്ട്. ചെറപറാന്ന് സ്റ്റോപ്പുകളുണ്ടെങ്കിലും പെട്ടെന്ന് നിർത്തിയെടുക്കണം കേട്ടോ. ഒരുപാട് സമയം കളയുന്നില്ല. ഇപ്പോൾ സമയം 12:27. നമ്മൾ ലേറ്റാണ്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ സത്താര ചെല്ലണമായിരുന്നു. ഫുഡ് ഓർഡർ എടുക്കാൻ വന്നപ്പോൾ തന്നെ പവൻ പറഞ്ഞു 12:30 നമ്മുടെ ഫുഡ് വരികയെന്ന് പറഞ്ഞു. പിന്നെ ഇതൊന്നും ഈ വണ്ടി സ്ഥിരമായിട്ട് സത്താരയിൽ ലേറ്റായിട്ടൊന്നും നിർത്താറ്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. റെയിലാഹാർ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇതായിരുന്നു കൊരേഗാവ് സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് അങ്ങ് കയറുകയാണ്. ആ പുതിയ ലൈനിലോട്ട്. എനിക്കത് ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഡബിൾ ഇടാൻ തോന്നുന്നു. ആ പുതിയ ലൈനിൻ്റെ അങ്ങോട്ട് വേഗം കയറുകയാണ്. വാസ്ന റിവർ. ഇവിടെ നമ്മൾ വീണ്ടും ഡബിൾ ലൈൻ തോന്നുന്നു. സത്താരയിലേക്ക് അടുക്കുകയായി. ലഞ്ച് കൊണ്ട് തന്നിട്ട് പോയി. അപ്പോൾ ലഞ്ച് അവൻ എവിടെ നിന്ന് ലോഡ് ചെയ്താൽ മനസ്സിലായില്ല. ലഞ്ച് അവൻ ഓൾറെഡി കണ്ട് തന്നിട്ട് പോയി. ഈ കൊരേഗാവിലെ വണ്ടി നിർത്തിയപ്പോൾ ലഞ്ച് ലോഡ് ചെയ്തോ ഒരു പിടിയില്ലാട്ടോ എവിടെ നിന്ന് ലഞ്ച് ലോഡ് ചെയ്തതെന്ന്. ഇതാണ് സത്താര ഹോം സിഗ്നൽ. ഇനി 146 കിലോമീറ്റർ ഉണ്ട് പുണയിലേക്ക്. ദൂരെ സ്റ്റേഷൻ കാണാം. ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ലൂപ്പ് ലൈനിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ലെഫ്റ്റിലോട്ടുള്ള ലൂപ്പ് ലൈനിലേക്ക് കയറി പോകുന്നത് കാണാം. നമ്മൾ ജസ്റ്റ് സത്താര സ്റ്റേഷനിലോട്ട് കയറുന്നു. നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുന്നു. നമ്മൾ ഫർദർ എക്സ്ട്രീം ലെഫ്റ്റ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ്. ഇതാണ് പ്ലാറ്റ്ഫോം. ഇവിടെ പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ്റെ വർക്ക് നടക്കുകയാണെന്ന് തോന്നുന്നു. സ്റ്റേഷൻ്റെ പേരെഴുതിയ ബോർഡൊന്നും കാണാനില്ല. മുന്നോട്ട് മാറിയുണ്ടാവുമായിരിക്കും. അവിടെ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നില്ല. അവിടെ വരെ മിക്കവാറും പോകും നമ്മുടെ ട്രെയിൻ.
കുറേ ഫുഡൊക്കെ കയറാനുണ്ട് ഇവിടുന്ന്. ഇവിടുന്ന് കുറേ റിസർവ്ഡ് യാത്രക്കാർ കയറുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കോച്ച് ഇപ്പം നിലവിൽ കാലിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുള്ളാവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പുറത്തെ സൈഡത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2. ഒരുപാട് പേര് ഇവിടുന്ന് കയറാണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇത് നമ്മുടെ കോച്ച് ഇവിടുന്ന് ഫുള്ളാന്ന് ഇവിടെ വരെ കാലിയായിട്ടാണ് വന്നത്. ആകെ 2 പേരാണ് കയറിയത്. അവരെ കൊണ്ടുവിടാൻ കുറേ പേരുണ്ടായിരുന്നു. ഇല്ല തിരക്കൊന്നും കയറിയില്ല. എനിക്കൊന്ന് ഈ C1 കോച്ച് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന കോച്ച് മൊത്തം പൂനെ കോട്ടയാണെന്ന് തോന്നുന്നു. കാര്യം ഇന്നലെ ചാർട്ട് നോക്കിയപ്പോൾ മൊത്തം പൂനെ വരെയാണ് അത് കാണിച്ചിരിക്കുന്നത്. പൂനെക്ക് അപ്പുറത്തോട്ട് ഫുള്ള് വേറെ കോച്ചിലാണ്. എനിക്ക് C2 എന്ന് തോന്നുന്നു പൂനെക്ക് അപ്പുറത്തോട്ടുള്ള കോട്ട മൊത്തം. കാര്യം C2 കയറാൻ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടുന്ന് ഉണ്ടായിരുന്നു. ഇത് മുംബൈ ടിക്കറ്റൊക്കെ C2 ആണ്. പൂനെ കഴിഞ്ഞിട്ടില്ല, ലോണാവല മുംബൈ ഒക്കെ C2 എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ പൂനെ കോട്ടയായിരിക്കും. പൂനെ ചിലപ്പോൾ ബോംബെക്കുള്ള ടിക്കറ്റ് നിറയുമായിരിക്കും. അപ്പോൾ നമുക്ക് സത്താരയിൽ നിന്ന് ഇറങ്ങിയുകൊണ്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. വിശപ്പൊന്നും ആയിട്ടില്ല. മണി 12:45 പക്ഷേ വിശപ്പായിട്ടില്ല. രാവിലത്തെ പോഹയും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2 സാധനം കൂടെ കഴിക്കാം. സമോസ തന്നായിരുന്നല്ലോ, വലിയ വിശപ്പായിട്ടില്ല. ഇതാണ് സത്താരയിലത്തെ പുതിയ ഓപ്പറേഷൻസ് ബിൽഡിങ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുകളിലൊരു കോട്ട പോലെയൊക്കെ പണിതിട്ടുണ്ട്. ഇത് കാണാൻ വയ്യ, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ ബിൽഡിങ്ങാണ് പുതിയതായിട്ട് പണിതിരിക്കുന്നത്. ചിദംബരം നടരാജ് ടെമ്പിൾ എന്നാണ്. ഉത്തര ചിദംബരം നടരാജ് ടെമ്പിൾ 4 കിലോമീറ്റർ ഉണ്ട്. അപ്പുറത്തോട്ട് മാറിയായിരിക്കും പഴയ സ്റ്റേഷൻ ബിൽഡിങ്. ഭയങ്കരമായിട്ട് സ്പീഡ് കുറഞ്ഞ ലൂപ്പ് ലൈൻ കേട്ടോ ഇത്. ഇതാണ് പഴയ സ്റ്റേഷൻ ബിൽഡിങ്. ഇതൊക്കെ പൊളിച്ച് വെയിറ്റിംഗ് റൂമൊക്കെ ആക്കുന്നുണ്ട് അവർ. ഇവിടെ ബേസ് കിച്ചൺ ഇല്ല. ഇതിന് ഇവിടുന്ന് മുമ്പ് ഇവിടുന്ന് തന്നെ ഫുഡ് ലോഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സത്താര സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു. ഇതായിരുന്നു സത്താര സ്റ്റേഷനാണ്. അപ്പുറത്ത് 2 WCAM-3 ഹൗൾഡ് ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ടായിരുന്നു. കണ്ടോ, WCAM-3 ഹൗൾഡ് ഫ്ലൈറ്റ്. ഇന്നലെ രാത്രി നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റിന് നമ്മൾ ജയസിംഗ്പൂരിൽ വെച്ച് ക്രോസ് ചെയ്തായിരുന്നു. അതാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറേ പോയിൻറ്റ്സ് കിടക്കാനുണ്ട്. ഇവിടെ നമ്മുടെ ഡബിൾ ലൈൻ തന്നെയാണ് നിലവിൽ. എത്ര ദൂരം ഡബിൾ ലൈൻ ഉണ്ടെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ പോയിട്ട് പെട്ടെന്ന് നമ്മുടെ ഫുഡ് കഴിച്ച് തീർക്കാം. കാര്യം നമുക്കിനി 2-3 ക്രോസിങ് വരാനുണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ഘാട്ടും വരാനുണ്ടതാ. കണ്ടില്ലേ, ഘാട്ടുകൾ പുറകിൽ കാണുന്ന കാണില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്. ലഞ്ചിനകത്ത് ചപ്പാത്തി ഉണ്ട്, ചൂടുണ്ടായിരുന്നു, കറിയുണ്ട്, ഒരു പിക്കിളുണ്ട്, ഒരു സ്വീറ്റുണ്ട്, ചോറുണ്ട്, ദാളുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. റൈസ് ക്വാണ്ടിറ്റി വളരെ കുറവാണ്. പ്ലെയിൻ റൈസ് അല്ല, ജീര റൈസ് പോലെ എന്തോ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പനീറിൻ്റെ കറി പോലെ ഉണ്ട് കണ്ടിട്ട്. ഇത് ദാളാണ്. ഇവിടെ മാംഗോ അച്ചാറുണ്ട്, അതിനിടയിൽ ഉപ്പുണ്ട്, ഒരു സ്വീറ്റ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഇപ്പോൾ പറയാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള 2 ചപ്പാത്തി ഉണ്ട്. ഒന്നല്ല 2 ചപ്പാത്തി ഉണ്ട്. നല്ല സോഫ്റ്റാണ് ചപ്പാത്തി. നല്ല ടിപ്പിക്കൽ മഹാരാഷ്ട്രീയൻ ചപ്പാത്തിയാണ്. അടിപൊളി ചപ്പാത്തിയാണ്. മഹാരാഷ്ട്രയിലെ സാധനം നല്ല സോഫ്റ്റാണ് ചപ്പാത്തി. അപ്പോൾ അങ്ങനത്തെ തന്നെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്. ചപ്പാത്തിയും ഈ കറിയും കൂടി ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല എരിവുണ്ട്. ഉരുളക്കിഴങ്ങ് കറിയാണ് ബേസിക്കലി. അതിൽ പനീറും കൂടി ഉണ്ട്. ദാലിൻ്റെ ടേസ്റ്റ് നോക്കാം. കാണാൻ വെള്ളമാണ് സാധനം പൊളി കേട്ടോ. നല്ല സ്വാദം. ഓവറോൾ ഫുഡ് കൂടാം. 120 രൂപയാണ് അങ്ങനെ മേടിച്ചത്. ഓഫ് കോഴ്സ് റേറ്റിൽ പറയുന്ന റേറ്റിൽ എവിടെ ഫുഡ് കിട്ടാറില്ല. 120 റുപ്പീസാണ് ഈ ലഞ്ച്. നല്ല ലഞ്ചാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ തിരിച്ച് ഡോറിലേക്ക് എത്തി. നമ്മൾ സത്താര കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സ്റ്റേഷൻ വാർധർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്താൻ പോകുന്നു. ഫുഡ് കൊള്ളായിരുന്നു. നല്ല അടിപൊളി ചപ്പാത്തി ആയിരുന്നു. ഉരുളക്കിഴങ്ങ് കറിയും കൊള്ളായിരുന്നു. ദാലിന് ഉപ്പ് കൂടുതലായിരുന്നു. ചോറ് പ്രത്യേകിച്ച് ജീര റൈസ് ഒന്നും വിളിക്കാൻ പറ്റില്ല. അത് ചോറ് മലയിലേ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ കൊള്ളായിരുന്നു. ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദാളും ചോറും കൂടി ആകുമ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു. ദാൾ മാത്രം കഴിക്കുമ്പോൾ ഭയങ്കര ഉപ്പായിരുന്നു. പക്ഷേ ദാളും ചോറും കൂടി ആകുമ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച വിൻമില്ലുകൾ ഇപ്പുറത്ത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മലയുടെ മുകളിൽ പിറ്റിരിക്കുന്നത്.
ഞാൻ ആദ്യമായിട്ട് മലയുടെ മുകളിൽ ഇങ്ങനെ കാണുന്നത്. ചിത്രദുർഗ ഭാഗത്ത് ഇതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു റേക്ക് സ്റ്റേബിൾ ചെയ്തിട്ടുണ്ട്. വട്ടാർ വട്ടാർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ കേട്ടോ. ബ്യൂട്ടിഫുൾ. ഇത് പഴയ സ്റ്റേഷൻ കേട്ടോ. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പഴയ സ്റ്റേഷനാണ്. ഈ ലൈൻ എനിക്ക് തോന്നുന്നു മദ്രാസ് ആൻഡ് സൗത്ത് മറാഠ റെയിൽവേസിൻ്റെ കീഴിലായിരുന്നു തോന്നുന്നു ഈ ലൈൻ. ഇറങ്ങാണ്ടിരിക്കാനും പറ്റുന്നില്ല, ഇറങ്ങാനും പറ്റുന്നില്ല. പിന്നെ ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. സ്റ്റേഷൻ്റെ ഭംഗിയുണ്ടോ. നമ്മൾ അതിസുന്ദരിയായ വട്ടാർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. ഈ പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് ഇതുപോലെ നിലനിർത്തിയതിന് റെയിൽവേസിന് 100 മാർക്ക്. മുകളിൽ എഴുതിക്കുന്നുണ്ട് WATHAR വട്ടാർ. ഇപ്പുറത്തോട്ട് മാറി പുതിയ ഓപ്പറേഷൻസ് ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ആദർ കീ ഇവിടുന്ന് 10 കിലോമീറ്റർ. ഡബിൾ സ്റ്റോപ്പാണ്. അതിന് പ്ലാറ്റ്ഫോമിന് നീളം കുറവായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വട്ടാർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കോലാപൂർ എക്സ്പ്രസ് ആണ്. പാസഞ്ചറാണ് ശരിക്കും. മലകൾ കണ്ടു ഇവിടുത്തെ. എനിക്ക് വയ്യ. ഐ കനോട്ട് എക്സ്പ്ലെയിൻ ദിസ് ബ്യൂട്ടി. ഈ മല നമ്മൾ ചുറ്റി വളഞ്ഞ് വരികയാണ്. ഈ മലയുടെ അപ്പുറത്ത് കൂടെ നമ്മൾ വന്നതാണ്. ടണലാണ് ഒരു വിൻറ്ററൈസ്. അപ്പുറത്തെ എവിടെയായിരുന്നു ആദർ കീ സ്റ്റേഷൻ. ടണലിലോട്ട് കയറുന്നു. ഇതാണിപ്പോൾ നമ്മൾ കടന്ന ടണൽസ്. ടണൽ നമ്പർ 5 വരുന്നത്. ഇനി റൈറ്റിലേക്കുള്ളൊരു ഹോർസ് ഷൂ കർവാണ്. ഇതാണ് ആദർ കീ സ്റ്റേഷൻ. ദൂരെ റെയിൽവേ ലൈൻ കണ്ടോ? എൻ്റെ വിരലിന് അപ്പുറത്ത് നോക്കുക, അവിടെ റെയിൽവേ ലൈൻ കാണാൻ പറ്റും. അത് നമുക്ക് ചെല്ലാനുള്ള പാതയാണ്. നമ്മളിനി അങ്ങോട്ട് കയറി ചെല്ലും. ഇതാണ് ആദർ കീ സ്റ്റേഷൻ. സ്റ്റേഷൻ ഇപ്പോൾ നിലവിലില്ലാന്ന് തോന്നുന്നു, കൂട്ടിയിട്ടിരിക്കുകയാണ്. കാര്യം അപ്പുറത്തൊരു IBS കണ്ടു ഞാൻ. അപ്പുറത്തോട്ട് മാറി ഒരു ഇൻ്റർമീഡിയറ്റ് ബ്ലോക്ക് സ്റ്റേഷൻ സിഗ്നൽ കണ്ടായിരുന്നു. ഇൻ്റർമീഡിയറ്റ് ബ്ലോക്ക് സിഗ്നൽ ഞാൻ കണ്ടായിരുന്നു. എനിക്കൊന്ന് ആദർ കീ സ്റ്റേഷൻ ക്ലോസ് ചെയ്തു തോന്നുന്നു അവർ.
വളവ് തന്നെയായിരുന്നു. അയ്യോ, ഈ റൂട്ട് നമ്മളെങ്ങനെ ഇത്രയും കാലം മിസ് ചെയ്തു എന്ന് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും അത് ഈ മഴക്കാലത്ത് വരാൻ തോന്നിയതിന് ഒരുപാട് എന്താ പറയുക, ഡിസിഷൻ പവറിനോട് ഞാൻ നന്ദി പറയും. അപ്പോൾ ഇതിപ്പോൾ മലയുടെ മുകളിലേക്ക് നമുക്ക് നമ്മൾ പാസ് ചെയ്ത് വന്ന റൂട്ടും ആദർക്കി സ്റ്റേഷൻ കാണാൻ പറ്റും. ഇതിനകത്തുള്ള ആകെ 2x നമുക്ക് ഈ ക്യാമറയിൽ സൂം ഉള്ളൂ. അവിടെ കാണുന്നതാണ് ആദർക്കി സ്റ്റേഷൻ. അതാണ് നമ്മൾ വരുന്ന വഴിയാണ്. വരുന്ന വഴി കൂടെ നമ്മളിങ്ങനെ ഇറങ്ങി വന്ന് കറങ്ങി നമ്മൾ ഇവിടെ എത്തി. ഇതാണ് ആദർക്കി ഹോർസ് ഷൂ കർവ്. ഇതൊരു ചെറിയ ഗാർഡ് സെക്ഷൻ ആയിരുന്നു. ഇനി കുറച്ചേരം കണ്ട് ഷിൻഡാവണ എന്ന് പറഞ്ഞാൽ ഷിൻഡാവണ ആംബ്ലേ, അവിടെ വീണ്ടും ഒരു ഗാർഡ് സെക്ഷൻ വരാനുണ്ട്. അവിടെ ആ ഘാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊക്കമുള്ള വയഡക്സ് ഇഷ്ടംപോലെ ഉണ്ടാകും. അത് നമ്മൾ പൂനെ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് വരിക. ഇവിടെ നല്ല കാറ്റുണ്ട്. पुणे शेड्यूल 39438 यशवंतपुर हजरत निजामुद्दीन कर्नाटक संपर्क क्रांति एक्सप्रेस ആണ്. നമുക്ക് ഈ ട്രെയിൻ ഒരു പ്രാവശ്യം ഇതുവഴി പോകണം അല്ലേ? അടിപൊളിയായിരിക്കും. ഇതുവഴി ഒരു പ്രാവശ്യം ഈ ട്രെയിനിൽ പോകണം. കർണാടക സമ്പർക്ക ക്രാന്തി ആയിരുന്നത്. സാൽപ്പ ഇതാണ് സാൽപ്പ സ്റ്റേഷൻ. ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ട്രെയിൻ കിടക്കുന്നുണ്ട് ഇവിടെ. പവറുണ്ട്. DG4 ആണ്, WDG4 12580. അപ്പോൾ അങ്ങനെ സാൽപ്പ കഴിഞ്ഞു. ഇനി ഉടനെ നമ്മൾ ലോനാന്ത് എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് എത്തും. അവിടെ ഒരു സ്റ്റോപ്പുണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ലോണന്ത് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ലോണന്ത് ജംഗ്ഷൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഈ ലോണന്ത് എന്ന് പറയുന്ന സ്ഥലം ജംഗ്ഷൻ ആവാനുള്ള കാരണം, ജംഗ്ഷൻ ആവുന്നതിന് മറ്റൊരു ലൈൻ ഉണ്ടാവണമല്ലോ. ലോണന്ത് എന്ന് പറയുന്ന സ്ഥലം ജംഗ്ഷൻ ആവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടുന്ന് ഫൾട്ടൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു ലൈനുണ്ട്. ഈ കിടക്കുന്ന ഡെമു ഫൾട്ടൺ ലൈനിൽ ഓടുന്ന ഡെമു ആണ്. ഇത് രാവിലെ വൈകുന്നേരം മാത്രമേ ട്രിപ്പുള്ളൂ. ICF ബിൽട്ട് ഒരു ഡെമു ആണ്, CRൻ്റെ. ഫൾട്ടൺ ലോണന്ത് പുणे എന്നാണ് അതിൻ്റെ ബോർഡ്. ഫൾട്ടൺ ലോണന്താണ് ഈ സാധനം ഓടുന്നത്. ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. അത്യാവശ്യം നല്ല തിരക്ക്. ഈ ട്രെയിൻ മിക്കവാറും എല്ലാ സ്റ്റോപ്പുകളിലും അത്യാവശ്യം നല്ലോണം ആൾക്കാർ കയറുന്നുണ്ട് ജനറലിലേക്ക്. റിസർവ്ഡ് യാത്രക്കാർ പൊതുവെ കുറവാണ്. ഞാനീ ആകെ 4 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉള്ളതാണ്. നല്ല തിരക്കാണ് എല്ലാ സ്റ്റേഷനിലും. അപ്പോൾ അങ്ങനെ നമ്മൾ ലോണന്ത് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇതായത് നമ്മൾ നിർത്തിയ സ്റ്റേഷൻ ലോണന്ത് ജംഗ്ഷൻ. കുഞ്ഞ് സ്റ്റേഷനാട്ടോ ലോണന്ത് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. ജംഗ്ഷൻ ആയതുകൊണ്ട് വലിയ പ്ലാറ്റ്ഫോമൊക്കെ ആയതാണെന്ന് തോന്നുന്നു. ചെറിയ സ്റ്റേഷനാണ് ലോണന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന പോലെ ലോണന്തിന് ഫൾട്ടൺ ബാരാമതി വഴി ഒരു ലൈൻ വരുന്നുണ്ട്. ആ ലൈന് ബാരാമതി ഡൗണ്ട് ലൈനിലേക്ക് പോയി ജോയിൻ ചെയ്യും. അപ്പോൾ ഈ ബാരാമതി ഡൗണ്ട് ലൈനിൽ ജോയിൻ ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പൂനെയിൽ നിന്നും ഈ കോലാപൂർ ലൈനിലേക്ക് ഒരു ഓൾട്ടർനേറ്റീവ് കണക്ടിവിറ്റി കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മറ്റേ ഡൗണ്ടിൽ നിന്ന് ടുവേർഡ്സ് കുരുവാടി എന്തെങ്കിലും പ്രശ്നം വന്നാലോ, അല്ലെങ്കിൽ പൂനെയിൽ നിന്ന് ടുവേർഡ്സ് ലോണന്ത് മറ്റേ ഷിൻഡാവണി വഴി വരുന്ന റൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ
അവർക്ക് ഓടിക്കാനായിട്ടൊരു ഓൾട്ടർനേറ്റീവ് റൂട്ടാണ് അവർ ഈ പണിതിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഏകദേശം 26 വർഷത്തോളം ഡിലേഡാണ് റൂട്ട്. ഇതുവരെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി ലാൻഡ് അക്വസിഷൻ കുറേ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഡിസംബർ 2026 അവർ ഫൾട്ടൺ ബാരാമതി സെക്ഷൻ അവർ തുറക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ ലോണന്തിയിൽ നിന്ന് ഫൾട്ടൺ വരെ റെയിൽവേ ലൈനുണ്ട്. അതിൽ രാവിലെ വൈകുന്നേരമായിട്ട് 2 പെയർ ഡെമോ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിലോട്ട് വളഞ്ഞു പോകുന്ന ലൈൻ കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് നമ്മളീ പറയുന്ന ഫൾട്ടൺ ലൈൻ. ഇനി നമ്മൾ വന്ദേ ഭാരതിൽ വന്നപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഈ കാണുന്ന ലൈന് ഇത് നേരെ ഫൾട്ടണിലേക്ക് പോകും. ഇത് നിലവിൽ ഒരു 1 ട്രെയിൻ ഉള്ളി ലൈനാണ്. അപ്പോൾ ഒരു സമയത്ത് ഇവിടുന്ന് ഫൾട്ടൺ വരെ ഒറ്റ ട്രെയിനേ പോകാൻ പറ്റുള്ളൂ. ഫൾട്ടണിലെത്തി ആ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ട്രെയിൻ കൂടെ അവർക്ക് വിടാം. പക്ഷെ അതില്ല. ഒരു ഫൾട്ടൺ ആ ട്രെയിനിനെ തിരിച്ച് ലോണന്തിലേക്ക് വരും. മിസ്ഡ് ഇറ്റ്. ആ ബ്രിഡ്ജിൻ്റെ ഭംഗിയുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. പുഴയൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ ഓടി വന്ന അതിന് വേണ്ടിയാണ്. കുറച്ച് നേരം അകത്ത് പോയിരുന്ന അപ്പോഴേക്കും നിര നദിയായിരുന്നത്. നമ്മൾ ഈ നിര എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കുറച്ചധികം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉള്ളിൽ പോയതാണ്. അപ്പോഴേക്കും നമ്മൾ ഇതുപോലെ പാലമൊക്കെ കടന്നു. ഇതാണ് നിര എന്ന് പറയുന്ന സ്റ്റേഷൻ. ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. എന്തിനാ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ട്രെയിൻ നിർത്തുന്നോ? അപ്പുറത്ത് വലിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അങ്ങോട്ട് കയറി നിർത്തിക്കൂടായിരുന്നു. ഈ സൈഡിൽ പണി നടക്കുന്നത് പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു കേട്ടോ. അതിലോട്ടൊരു ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഫ്രണ്ടിൽ. അത് പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പ്ലാറ്റ്ഫോം വരിക, രണ്ടാമത്തെ പ്ലാറ്റ്ഫോം. ഇനി 84 കിലോമീറ്റർ ഉണ്ടാകുമ്പോൾ പൂനെയിലൊക്കെ എത്താൻ. ഇനി ഒരു ഘാട്ടും കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. സമയം 2:07. അടുത്ത ബ്യൂട്ടിഫുൾ സെക്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ട്രെയിനകത്ത് പേരയ്ക്ക വന്നു, നല്ല വലിയ പേരയ്ക്കായിരുന്നു. അതുവരെ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് നമ്മുടെ അടുത്ത സെക്ഷൻ എത്തിയത്. ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം കണ്ടോ? ഇത് മഴക്കാലത്ത് വന്നാൽ മാത്രം കാണാൻ പറ്റുന്നൊരു സൗന്ദര്യമാണ് ഇത്. ഈ പച്ചപ്പ്, ഈ മഹാരാഷ്ട്രയിലെ പച്ചപ്പിന് ഒരിത്തിരി പച്ചപ്പ് കൂടുതലാണ്. നമ്മുടെ കേരളത്തിലെ പച്ചപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പച്ചപ്പ് കുറച്ചും കൂടി നമുക്ക് കണ്ണിന് സ്ട്രൈക്ക് ആവുന്നൊരു ടൈപ്പ് ഓഫ് പച്ചപ്പാണിത്. നേരത്തെ നമ്മൾ പാസ് ചെയ്ത അദർക്കി ഹോർഷൂ കർവ് പോലെ തന്നെയുള്ള ഡൗൺ ടച്ച് ഹോർഷൂ കർവിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഈ വളവ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഹോർഷൂ കർവിലേക്ക് കയറും. ബാക്കിലെ മലയുടെ മുകളിൽ കോട്ടയുണ്ട്, ഉറപ്പായിട്ടൊരു കോട്ടയുണ്ട്. ഇവിടെ ഇൻഡിവിജ്വൽ OHG മാസ്റ്റ് മാറ്റിയിട്ട് അവർ മറ്റേ പോർട്ടൽ ടൈപ്പ് വയ്ക്കാൻ പോകാൻ തോന്നുന്നു. നമ്മളിപ്പോൾ ഈ കയറിയിരിക്കുന്നതാണ് ഡൗൺ ടച്ച് ഹോർഷൂ കർവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ട്രെയിൻ വളഞ്ഞ് കയറ്റം കയറി മുകളിലോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാം.
ആ കോട്ടയില്ല, കോട്ടയ്ക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കി അവിടെ ഡബിൾ റെയിൽവേ ലൈനും കാണാം. അപ്പോൾ നമ്മൾ കറങ്ങി അങ്ങോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദോണ്ടജിൽ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ആംബർ സിഗ്നലാണ് നമുക്ക്. നല്ല കാറ്റാണ്, എന്നാലും എനിക്കിതൊന്ന് റേസ് ചെയ്തൊരു പിക്ക് എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊരാഗ്രഹം. ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് സ്റ്റേബിൾ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റ്. നമ്മൾ ദോണ്ടജ് സ്റ്റേഷനോട്ട് വരണം. ദോണ്ടജ് സ്റ്റേഷനിലെ മറ്റേ ഹോം സിഗ്നൽ റെഡ് ആയിരുന്നു. 66 കിലോമീറ്ററും കൂടി ഉണ്ട് നമുക്ക് യാത്ര. ഇനി ബാക്കി സമയം 2:30 3:45 നമ്മൾ പൂനെ അറൈവൽ ടൈം. 66 കിലോമീറ്റർ ആ സമയം കൊണ്ട് ഓടിത്തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഡിലേ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പ്ലാറ്റ്ഫോം പണിയുന്നേ ഉള്ളൂ. ഇവിടെ സ്റ്റേഷൻ ബിൽഡിംഗ് കാണാനുണ്ട്. പ്ലാറ്റ്ഫോം പണി നടക്കുന്നുണ്ട്. എനിക്കൊന്ന് പ്ലാറ്റ്ഫോം വലുതാക്കുമല്ലായിരിക്കും. എന്തായിരുന്നു സംഭവം എന്നറിയില്ല. നമ്മൾ ജസ്റ്റ് നിർത്തിയിട്ട് വിട്ടു. ആ സ്റ്റേഷൻ ബിൽഡിംഗ് ഒന്ന് നോക്കിയിട്ട് അല്ലേ, ആ സ്റ്റേഷൻ ബിൽഡിംഗ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെയാണ് സ്റ്റേഷൻ ബിൽഡിങ്. എനിക്കൊന്ന് പുതിയ ബിൽഡിങ്ങാന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ പഴക്കമൊന്നുമില്ല ബിൽഡിങ്ങിന്. ഇതിൽ ഇവരുടെ ഓപ്പറേഷനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഫൈനൽ റൂമും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ല, വേറൊന്നുമില്ല. പ്ലാറ്റ്ഫോം റീബിൽഡ് ചെയ്യണം അവർ. ഇപ്പുറത്തെ സൈഡിൽ പഴയ ബിൽഡിങ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അടുത്ത സ്റ്റോപ്പായി ജജുരിയിലേക്ക് എത്തുകയാണ്. ജജുരിയിൽ വെച്ച് മിക്കവാറും നമ്മൾ നമ്മുടെ പെയറിംഗ് ട്രെയിനിനെ ക്രോസ് ചെയ്യും. ഇവിടെ മലയുടെ മുകളിൽ എന്തോ ഒരു അമ്പലം പോലെ എന്തോ ഒരു സാധനം കണ്ടോ. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം എന്നാണ് സിഗ്നൽ കണ്ടത്. എനിക്കൊന്ന് ഇങ്ങനെയാണ് തോന്നുന്നു മെയിൻ ലൈൻ പോകുന്നത്. കാര്യം ഈ ലെഫ്റ്റ് സൈഡിലുള്ള സൈഡിങ് ആണ്. പ്ലാറ്റ്ഫോം ഇപ്പുറത്തെ സൈഡിലാണ്. ജജുരി. നമ്മുടെ കഷ്ടകാലത്തിന് റൈറ്റ് സൈഡിൽ വേറൊരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. ഒരു NMJ നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ പെയറിംഗ് ട്രെയിനെ ക്രോസ് ചെയ്യാനുള്ളതാണ്.
ഇവിടെ അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ജജൂരി സ്റ്റേഷൻ. ഇവിടെ പൂനെ ദാനാപൂർ, അതുപോലെ പൂനെ ബനാറസ്, പൂനെ ഗോരഖ്പൂർ എന്നൊക്കെ എഴുതിയ റൈക്കൽ കിടക്കും. എനിക്കൊന്ന് പൂനെ ഡിവിഷൻ്റെ പഴയ റൈക്കളെല്ലാം ഇവിടെയാണ് കണ്ടിരിക്കുന്നത്, ഈ ലൈനിൽ. ഇന്നത്തെ കോയിനൊക്കെ വാപ്പ് 4 ബാക്കി നമുക്ക് WCAM3 കിട്ടിയത്. കാര്യം വാപ്പ് 4 നമുക്ക് നമ്മുടെ നാട്ടിലും കിട്ടുമല്ലോ. ഭൂസാവൽ ഷെഡിൻ്റെ വാപ്പ് 4 ആണ്, 25016. ഭാരതോടെ നമുക്ക് വേണ്ടി കാത്തോടൊക്കെയാണ്. കാത്തോടല്ല, അത് റണ്ണിങ് ആണ്, ഓയിലാണ്. അതിന്ന് പൂനെ ഹുബ്ബള്ളി വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ്. നമ്മൾ ഇന്നലെ യാത്ര ചെയ്ത അതേ റേറ്റ് തന്നെയാണ്. രാവിലെ നമ്മൾ കോലാപ്പൂർ വേണ്ട സെയിം റേറ്റ്. ഇനി എൻ്റെ അറിവിൽ നമ്മുടെ സ്റ്റോപ്പിന് പൂനെയിലാണ്. പൂനെയിൽ നമുക്ക് സ്റ്റോപ്പില്ല. ആമ്പളെ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്താണ്. ആമ്പളെ ഇവിടെ മുതൽ വീണ്ടും അടുത്ത ഘാട്ടാണ്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ പണിയുന്ന സ്റ്റേഷനുകളുടെ സ്റ്റാൻഡേർഡ് ഒരു ഡിസൈൻ. നിർത്തുകയല്ല, കാരണം നമുക്ക് പച്ച സിഗ്നൽ തന്നു സ്റ്റേഷൻ മാസ്റ്റർ. അല്ല, ഇതുമായിരിക്കും എന്തായാലും പറയാം, സ്പീഡ് റെസ്ട്രിക്ഷൻ വല്ലതായിരിക്കും. ഡിപ്പ് രണ്ടും 2 അലൈൻമെൻറ്റ് വഴി കയറിപ്പോയിടുന്നു. കുറച്ചുകൂടെ ഉള്ളൂ തോന്നുന്നു അങ്ങനെ. ഇത്രയും ദൂരമേ ഉള്ളൂ. മറ്റേ ട്രക്കിന് വീണ്ടും കണ്ടു. ഇതൊരു 90 ഡിഗ്രി വളവായിരുന്നു. എനിക്കൊന്ന് ഇതിന് വേണ്ടി സ്പീഡ് കുറച്ചായിരിക്കും. ഈ 40 കിലോമീറ്റർ നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞ കാട്ടിലേക്ക് കയറി. ഇവിടെ നിന്ന് വീണ്ടും ഒരു ഡിഫറെൻ്റ് അലൈൻമെൻറ്റ്. ഇത് നല്ലൊരു കേവാണ്. എനിക്കൊന്ന് പുതിയ ട്രാക്ക് അവർ ഇട്ടപ്പോൾ അവർ ഈ കേവൾ അവോയ്ഡ് ചെയ്ത് കുറച്ചും കൂടി നിവർത്തി നമുക്ക് പോയിരിക്കുന്നത്.
എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അങ്ങ് ദൂരെ കാണുന്ന സിറ്റി പൂനെയാണ്. പക്ഷേ കിലോമീറ്റർ 38 കിലോമീറ്റർ കൂടെ ഉണ്ട്. അത് പൂനെയുടെ ഇപ്പുറത്തെ എൻ്റെ വല്ലതായിരിക്കും. കണ്ടോ, നമ്മൾ നല്ല പൊക്കത്തിലാണിപ്പോൾ. കണ്ടോ, പാലങ്ങളുടെ സൈസ് ഉണ്ടോ? അതുപോലെ പാലത്തിന് മുകളിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തത്. അതിനപ്പുറത്തൊരു ടണലും ഉണ്ട് നമുക്ക്. മറ്റേ ലൈനിന് ടണലില്ല. ഫാബുലസ് ഒന്നും പറയണ്ട. ടണൽ നമ്പർ 2 ആയിരുന്നു അത്. ഇനി ഒരു ടണലും കൂടി ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് തന്നെ ഒരു ഫാൻസി കളർ റെഡാണ്. നമ്മുടെ കുറച്ചും കൂടി ലൈറ്റർ റെഡാണ്. മേ ബി ഫെയ്ഡ് ആയതായിരിക്കും. മോനെ ഇതേ അടുത്ത ടണൽ. ടണൽ നമ്പർ 1, ലെങ്ത് 80 meters. അങ്ങനെ ഈ റൂട്ടിലെ ടണലുകളൊക്കെ കഴിഞ്ഞു. മോനെ ഈ റൂട്ടിൽ ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ, അപ്പുറത്തെ ലൈനിൽ കൂടെ നമ്മൾ ഒന്നുകൂടി യാത്ര ചെയ്യണം. തീർച്ചയായിട്ടും യാത്ര ചെയ്യണം. ഇല്ലേ, നമ്മുടെ സമ്പർക്രാന്തി തന്നെ നമുക്ക് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് നേരെ ബാംഗ്ലൂർ ഇറങ്ങാമല്ലോ. കഴിഞ്ഞു തോന്നിട്ടാണല്ലോ ഇതാ ഘാട്ടം. അപ്പോൾ ഇതാണ് ഷിന്തോണെ സ്റ്റേഷൻ.
അപ്പോൾ ഷിന്തവണ എത്തുന്നതോടുകൂടി നമ്മുടെ ഘാട്ട് സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇനി പുണെ എത്താനാകുമ്പോൾ തിരിച്ച് റോഡിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പൂനെ നഗരത്തിലോട്ട് അടുക്കുന്നു. അതിൻ്റെ നാറ്റം വന്നു തുടങ്ങി. അതിന് മുമ്പായിട്ടുള്ളൊരു ഗുഡ് ഷെഡാണ് ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ തന്നെയാണ്. ഇപ്പോഴത്തും ഫ്ലൈറ്റ് ഉണ്ട്. ഇവിടെ അൺലോഡിങ് നടക്കുന്നുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ പൂനെ ചെന്നിട്ട് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്നൊക്കെയാണ് എൻ്റെ പ്ലാനാണ്. കുറച്ച് ഷോപ്പിങ്ങിന് കുറച്ച് നല്ല ഫുഡ് കഴിക്കാനൊക്കെ പോകണമെന്നാണ് എൻ്റെ പ്ലാൻ. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ ദഹി ഹണ്ടി ഉള്ളതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് റോഡ് ക്ലോസ്ഡ് ആണെന്ന് ഞാനിപ്പോൾ ജസ്റ്റ് അറിഞ്ഞു. അതുപോലെ നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ SMS വന്നിട്ടുണ്ട്. ഇന്ന് ദഹി ഹണ്ടി കാരണം റോഡ് ഡൈവേർഷൻസ് ഉണ്ടാവും, അതുകൊണ്ട് ആൾക്കാർ നേരത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്ലാൻ ഫ്ലോപ്പായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞാൻ പൂനെ സ്റ്റേഷനിൽ തന്നെ തങ്ങാനാണ് സാധ്യത. ഞാൻ സ്റ്റേഷനിൽ ഞാനിപ്പോൾ ഒരു റിട്ടയറിംഗ് റൂം അതുകൊണ്ട് ബുക്ക് ചെയ്തു. കുറച്ച് കാശായി. കാര്യം ഡോർമെട്രി എടുത്തു കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോർമെട്രീസ് ഉണ്ട് പൂനെ സ്റ്റേഷനിൽ. ഡോർമെട്രി എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ മീൻസ് ഷെയ്ഡാണ്, ഇതല്ല ക്യാബിൻ ടൈപ്പ് അല്ല. അപ്പോൾ ഫോണും മറ്റും ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റൂം തന്നെ എടുത്തു. റൂമാകുമ്പോൾ നമുക്ക് അതിനകത്ത് അകത്ത് എല്ലാം ചാർജ് ചെയ്യാൻ വെക്കാമല്ലോ. ഇതാണ് കാസർഗോഡ് റോഡ് സ്റ്റേഷൻ. കാസർഗോഡ് റോഡ് ക്യാബിൻ പാസ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ ആദ്യം വരുന്ന ഗോർപ്പുഴിയാണ്. ഇവിടെ റെയിൽവേ ലൈനിന് കുറുകെ ഉണ്ട് ഒരു മട്ടി. ഈ റൈറ്റിലോട്ട് പോകുന്ന ലൈന് ഗോർപ്പുരി യാർഡിലോട്ട് പോകുന്നതാണ്. ഇതാണ് ഡീസൽ ലോക്കോ ഷെഡ്. ഈ നടുക്കുള്ളത് ഡീസൽ ലോക്കോ ഷെഡ് പുണെ. പക്ഷേ ഇപ്പം എൻ്റെ അറിവിൽ ഡീസൽ ലോക്കോസൊന്നും ഇവിടെ അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അറിവിൽ ഡീസൽ ലോക്കോസിൻ്റെ മെയിൻ്റനൻസ് എല്ലാം അവിടെ സ്റ്റേഷൻ അപ്പുറത്തൊരു കുഞ്ഞ് ഷെഡ് ഉണ്ടാക്കിയിട്ട് അവിടെയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അറിവ്. ഉറപ്പില്ല കേട്ടോ. അതൊക്കെ ജീവിതം അവസാനിച്ച് കിടക്കുന്ന ഡീസൽ ലോക്കോസാണ്. ഇവിടെ WDG 4G കിടക്കുന്നുണ്ട്. 6G എന്ന് തോന്നുന്നു. WDG 6G കിടക്കുന്നുണ്ട്. ഗുത്തി ഷെഡിൻ്റെ ലോക്ക് വരുന്നത്. നമ്മൾ ജസ്റ്റ് പുണെ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു. അല്ല, അങ്ങേറ്റത് LHB കോച്ചുകളൊക്കെ കിടക്കുന്നില്ല. അത് പൂനെ കോച്ചിങ് ഡിപ്പോൻ്റെ അടുത്തുള്ളതാണ്. അത് യാത്രക്കാരുള്ള ട്രെയിനാണ്. സോറി, ഇവിടെ ആ ഒരു ആൽക്കോ കിടക്കുന്നുണ്ടല്ലോ, ദൂരൊരു ആൽക്കോ ആണെന്നാണ് കോച്ചിങ് ഷെഡ്. ഇവിടെയാണ് കോച്ചിങ് ഡിപ്പോ. ഇത് ഏതോ ഒരു ട്രെയിൻ പൂനെ സ്റ്റേഷനകത്തോട്ട് കയറാൻ പെർമിഷൻ കാത്ത് കിടക്കുന്നതാണ്. 011-388 12564 പുണയുടെ 70623 പുണെ. അതിനപ്പുറത്ത് കിടക്കുന്ന LHBയിലേക്ക് ഉദ്യാൻ എക്സ്പ്രസ് ആണ്. ബാംഗ്ലൂർ എന്നുള്ള ഉദ്യാൻ എക്സ്പ്രസ്. ഗുത്തി ഷെഡിൻ്റെ WDG 6G. WDP 4D 40594. ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലൊക്കെ കുറച്ച് പിറ്റ് ലൈനുകളുണ്ട്. 2 പിറ്റ് ലൈനുകളുണ്ട്. മെയിൻ കോച്ചിങ് ഡിപ്പോ പക്ഷേ അകത്താണ്. ആ കിടക്കുന്നതാണ് ഉദ്യാൻ എക്സ്പ്രസ്. KSR ബാംഗ്ലൂരിൽ നിന്ന് മുംബൈ CSMTയിലേക്ക് പോകുന്ന ഉദ്യാൻ എക്സ്പ്രസ്. അതെനിക്ക് ഇഷ്ടമായിട്ടോ. അത് സോളാപൂർ മുംബൈ ബംഗളൂരു എന്ന് എഴുതിയിട്ടില്ല. മുംബൈ CSMT എന്നും KSR ബാംഗ്ലൂരു എന്നും ഒന്നും എഴുതിയിട്ടില്ല. സിദ്ധേശ്വർ ബാർ ഉദ്യാൻ എക്സ്പ്രസ്. ഈ റേക്കിന് രാത്രി ഉദ്യാൻ എക്സ്പ്രസ് ആയിട്ട് സിദ്ധേശ്വർ എക്സ്പ്രസ് ആയിട്ട് പോകും സോളാപൂരിലേക്ക്. 30235 ആപ്സാണ്. ഏതാ ഷെഡ് എന്നറിയില്ല. കല്യാൺ ഷെഡ്. മൊത്തം ചെളിയാണ്. ശകലം പോലും സ്ഥലം ബാക്കിയില്ല.
10 km/h PSR ഉണ്ട്. അതാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ മോഡിഫൈ ചെയ്യേണ്ടത്. പോയിൻറ്റ്സൊക്കെ മോഡിഫൈ ചെയ്ത് എൻക്രോച്ച്മെൻറ്റ്സൊക്കെ റിമൂവ് ചെയ്ത് ആവശ്യത്തിന് ക്ലിയറൻസ് വെച്ച് ട്രെയിനുകൾ സ്റ്റേഷന് ഉള്ളിലേക്ക് വേഗം വരിക ഇറങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ തന്നെ സ്റ്റേഷൻ്റെ യൂട്ടിലൈസേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ യൂട്ടിലൈസേഷൻ വളരെ കുറവാണ്. കാര്യം ഒരു ട്രെയിൻ കയറി വരാൻ ഇറങ്ങിപ്പോൾ എന്തോരം സമയം എടുക്കുമെന്നറിയും ഇവിടെ. ഇതിൽ പ്ലാറ്റ്ഫോം എന്നറിയില്ല, പക്ഷേ പ്ലാറ്റ്ഫോം നമ്മുടെ സൈഡിലാണ്. ഈ സൈഡിലാണ് പ്ലാറ്റ്ഫോം. ആണെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഉദ്യാൻ എക്സ്പ്രസ്സിന് 1 അല്ലെങ്കിൽ 2ലേക്ക് ഇപ്പോൾ കയറ്റി വരും. നമ്മൾ കയറി കഴിഞ്ഞാൽ ഉദ്യാൻ എക്സ്പ്രസ് 1 അല്ലെങ്കിൽ 2ലേക്ക് കയറും. നമ്മൾ 4ലേക്കാണ് കയറിയിരിക്കുന്നത്. ഇതൊരു ഷോർട്ട് റേക്കാണ്ട് 4ൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവർക്ക്. ഉദ്യാൻ എക്സ്പ്രസ് 22 കോച്ച് റേക്കാം. അപ്പോൾ അതിന് 1 അല്ലെങ്കിൽ 2 തന്നെ വേണം. 1, 2, 3 തന്നെ. ബോംബ് കൂട്ടുന്നല്ലേ ശബ്ദം ഉണ്ടാവുന്നില്ലേ? പുണെ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇല്ല കേട്ടോ, നമ്മൾ പ്ലാറ്റ്ഫോം 2 തന്നെ വന്നിരിക്കുന്നത്. പ്ലാറ്റ്ഫോം 2 ഉണ്ട്. അവിടെ WDP 4D ഹാളിൽ ട്രെയിൻ പോകുന്നതാണ്. ഗരീബ് രഥ് എക്സ്പ്രസ് ആണ് നാഗ്പൂരിലേക്കുള്ള. 3:53 നമ്മൾ പൂനെയിലെത്തി. കാരണം ഏകദേശം 8 മിനിറ്റ് ലേറ്റ് ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിച്ച് കൊയ്ന എക്സ്പ്രസ്. ഞാനൊന്ന് പുറകിൽ പോയി, പുറകിലെ ബോർഡുണ്ട്, നല്ലൊരു ബോർഡുണ്ട്. ആ ബോർഡ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ബാക്കിലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിനോട് കാരണം തിരക്കാണ് ഈ കാണുന്നത്. ആൾക്കാർ ഇറങ്ങും കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ട്രെയിന്, കൊയ്ന എക്സ്പ്രസ്, കൊയ്ന ബാർ ഹോസ്പേട്ട് എക്സ്പ്രസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമൻസായിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അപ്പോൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ്, ഫീഡ്ബാക്ക്, സജഷൻസ് എല്ലാം രേഖപ്പെടുത്തുക. അത് നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിന് വളരെ ആവശ്യമുള്ളതാണ്. നമ്മളിവിടെ വിട്ടിട്ട് നമ്മൾ ഇവിടെ വരെ വന്ന ട്രെയിൻ പോവുകയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൂപ്പർ താങ്ക്സ്, മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് ഈ ചാനൽ മുന്നോട്ട് പോവില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അടുത്ത യാത്ര ഇന്ന് രാത്രി ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അപ്പോൾ എന്താ പറയുക, ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് from platform 7. See you again in the very next video. Until then, bye bye.